ഭൂമിയുടെ ഏജ് വെച്ച് നോക്കിയാൽ മനുഷ്യൻ ഇവിടെ ഉണ്ടായിട്ട് ഒരു 5-6 മിനിറ്റ് പോലും ആയിട്ടില്ല. എനിക്ക് ഇതിലൊന്നും ഒട്ടും വിശ്വാസമല്ല. ദൈവം, പ്രേതം, ഭൂതം, പിശാച്, ആത്മാവ് ഒന്നിലും എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഓഡിയൻസ് എനിക്ക് തന്നൊരു കോൺഫിഡൻസും കൂടെയാണ്. എല്ലാവർക്കും ഒരു അസംപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര ഗോൾഡ് ഫിഷിന്റെ അറ്റൻഷൻ സ്പാൻ ആണ്. 3-4 സെക്കൻഡ് റീൽസ് കണ്ടോണ്ടിരിക്കും. പക്ഷേ സ്റ്റിൽ ഒരു ക്രൗഡ് ഉണ്ട്. ഒരു മണിക്കൂർ കുത്തിയിരുന്ന് വീഡിയോ കാണാൻ പറ്റുന്ന ക്രൗഡ് ഇപ്പോഴും കേരളത്തിലുണ്ട്. പക്ഷെ എന്താ നമ്പർ 1 റീസൺ ഐ എം ഡൂയിങ് ദിസ് ഇസ് ഫോർ മൈസെൽഫ്. എനിക്ക് ഇഷ്ടമാണ് കുറെ ബുക്ക് വായിക്കാനും അതിരുന്ന് എഴുതാനും വീഡിയോ ആക്കാനും എഡിറ്റ് ചെയ്യാനും കുറച്ച് ആനിമേഷൻ എടുത്തിടാനും. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന സാധനമാണ്. ചിലർ സയൻസ് ആണെന്ന് പറഞ്ഞിട്ട് റോങ് സയൻസും തരും. ദൈവം ഇപ്പം മതമാണെങ്കിൽ എനിക്ക് ഒരു തരത്തിലും വിശ്വാസമില്ല. ഞാൻ ഭയങ്കര അഗൻസ്റ്റ് ആണ്. ഭൂമിയിൽ മതം ഉണ്ടാവാതിരുന്നാൽ വളരെ നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇഫ് യുവർ ഡെഫിനിഷൻ ഓഫ് ഗോഡ് ഇസ് ദാറ്റ് ദെയർ ആർ തിങ്സ് വിച്ച് ഹ്യൂമൻസ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് മേലെയായിട്ട് എന്തൊക്കെയോ യൂണിവേഴ്സിൽ ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഡെഫിനിഷൻ ഓഫ് ദൈവമെങ്കിൽ ഐ ടോട്ടലി അഗ്രി. കേരളത്തിലെ ഒരു ഏറ്റവും കൂറപ്പാടങ്ങൾ അറിയാവുന്ന ഒരു 5 പേരെടുത്ത് നോക്കിയാൽ അതിൽ ഞാൻ ഉണ്ട്. ബിക്കോസ് ഞാൻ ഏലിയൻസിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ കേരളത്തിലെ അവസ്ഥ മോശമാണ് തെറപ്പിയെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു 2-3 ബില്യൺ ഇയേഴ്സ് കഴിയുമ്പോഴേ ഭൂമി അൺലിവബിൾ ആവും. ടെമ്പറേച്ചർ സൂര്യൻ റെഡ് ജയൻ ഫേസിലോട്ട് പോകും. ഇവിടുത്തെ വെള്ളം എല്ലാം വറ്റിപ്പോവും. ചൂട് ഭയങ്കരമായിട്ട് കൂടും. മിസ്ഫിറ്റ്സിൽ ഇന്ന് കൂടെ ഉള്ളത് അനന്തരാമനാണ്. അനന്തു, ഹലോ, വെൽക്കം. ഞാൻ ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരുപാട് ആഗ്രഹിച്ച് വന്നൊരു ഇന്റർവ്യൂ ആണ്. അപ്പം അറിയില്ല, എന്തൊക്കെയോ ഒരുപാട് ചോദിക്കാനുണ്ട്. പക്ഷെ അനന്ത് ഇപ്പം നേരത്തെ കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് എനിക്ക് ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിലെല്ലാം ഒരു ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ കൊടുത്തു. ഇവിടെ പക്ഷെ ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു ഡയറക്ടറായിട്ടും കൂടെയാണ്. ഗ്രാനി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഇറങ്ങി. ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഇപ്പം റിലീസായി. അപ്പം അത് കണ്ട് പേടിച്ച കൂട്ടത്തിലുള്ളവരൊക്കെയാണ് നമ്മൾ ഇവിടെയും ഉള്ളത്. ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഡയറക്ഷൻ റിലീസായി 1 മില്യൺ വ്യൂസ് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഗ്രാനിയുടെ ഒരു ജേർണി ഒരു ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് എല്ലാവരും ഒരു പാഷൻ പ്രോജക്റ്റ് പോലെ ചെയ്തേ. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എഡിറ്റർ, ക്രിയേറ്റീവ് ഡയറക്ടർ, DOP, മ്യൂസിക് ചെയ്തേക്കുന്ന എൻ്റെ ബ്രദർ, എല്ലാം എനിക്ക് ഓൾറെഡി വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാർ. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ബഡ്ജറ്റ് അത്ര കുറവാണെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തോ വലിയ സിനിമ എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പം അതിൻ്റെ റിസൾട്ട് നമ്മൾ വിചാരിച്ചാലും വലിയൊരു സ്കെയിലുണ്ടാകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം അനന്തുവിന്റെ ഇപ്പം ആക്ടിങ് നോക്കിയാലും ഇപ്പൊ ഡയറക്ഷൻ നോക്കിയാലും ആക്ടിങ് റൊമാൻസ് എന്ന് പറയുന്ന സിനിമയിൽ ഏത്തിസ്റ്റ് ആയിട്ടുള്ള ഒരു അനന്തു അതിലൊരു ബിലീവർ ആയിട്ടാണ് ചെയ്തത്. ഇതിലും ഇപ്പം നിസാരത്തിലിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. ഇതുപോലെ ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പവറിൽ വിശ്വസിക്കാത്ത ഒരാള്, പക്ഷെ ഇതിൽ വന്നിരിക്കുന്ന ഒരു ടീമും അത് റിലേറ്റഡ് ആണ്. അപ്പം ഈ ആക്ടിങ് ആണേലും ഡിറക്ഷന്റെ ആണേലും ഇതിന്റെ കഥ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനത്തെ ഒരു കഥ ചെയ്യാമെന്നുണ്ടായ ഒരു മോട്ടീവ് ഉണ്ടല്ലോ, അതെന്തായിരുന്നു? എനിക്ക് ഇതിലൊന്നും ഒട്ടും വിശ്വാസമല്ല. ദൈവം, പ്രേതം, ഭൂതം, പിശാച്, ആത്മാവ് ഒന്നിലും എനിക്ക് ഒട്ടും വിശ്വാസമില്ല. പക്ഷെ എനിക്ക് ഇതിന്റെ കഥകൾ ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ചെറുപ്പത്തിൽ മഹാഭാരതം വായിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഹൊറർ ലിറ്ററേച്ചർ, ഒരു ഡ്രാക്കുള നോവൽ വായിക്കുകയാണെങ്കിലും ഈ കഥകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ വായിക്കുന്ന സമയം അല്ലെങ്കിൽ ആ സിനിമ കാണുന്ന സമയം നമ്മൾ ഭയങ്കര എന്റർടൈൻഡ്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അയ്യോ രാത്രി പ്രേതം വരുമോ അങ്ങനത്തെ ചിന്ത ഒന്നുമില്ല. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോൺറ ആസ് ഫിക്ഷൻ. പക്ഷെ ഇതുമായിട്ട് റിയൽ ലൈഫിന് ഒരു ബന്ധവുമില്ല എനിക്ക്, അങ്ങനത്തെ ഒരു വിശ്വാസം. ഈ കഥയിലോട്ട് എത്തിയത് എങ്ങനെയായിരുന്നു ഗ്രാനിയുടെ? സോ ഈ കഥ ഫസ്റ്റ് ഓഫ് ഓൾ അത്ര ഭയങ്കര യൂണീക്ക് കഥയല്ല. ഇതിപ്പം ഒരു ടെംപ്ലേറ്റ് ഗോത്തിക് ഹൊറർ സ്റ്റോറിയാണ്. ഡ്രാക്കുള, നൊസ്ഫെറാറ്റു, ബ്രഹ്മയുഗം എല്ലാത്തിനും ഇതേ കഥ വരും. ഒരാൾ വീട്ടിൽ പോകുന്നു, വീട്ടിലൊരു ഭയങ്കര ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ ഉണ്ട്. അവർ കുറച്ച് സ്കെയറിയാണ്. പക്ഷെ ഈ അമ്മൂമ്മേനെ കൊണ്ടുവരാം എന്നുള്ള തിങ് കംസ് ഫ്രോം ദാറ്റ്. എനിക്ക് ഭയങ്കര കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് ഈ ക്രീപ്പി അമ്മൂമ്മമാരെ ഭയങ്കര പേടി. എൻ്റെ സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ ക്രീപ്പി അമ്മൂമ്മമാരായിരുന്നു. അപ്പൊ ഈ ക്രീപ്പി അമ്മൂമ്മ ക്യാരക്ടർ പണ്ടോട്ടെ എനിക്ക് കുറച്ച് ഫോർ സം റീസൺ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ക്രീപ്പി അമ്മൂമ്മ ബേസ്ഡ് ആക്കാമെന്ന് വിചാരിച്ച. പിന്നെ ഞാൻ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ എഴുതി. ഇങ്ങനെ 8 ഷോർട്ട് സ്റ്റോറീസ് ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ 4ാമത്തെ കഥ എഴുതിക്കൊണ്ടിരിക്കുക. അതിലെ ഒരു കഥയായിരുന്നു ഇത്. അത് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ചെയ്തത്. ഓക്കെ. ഇപ്പം എൻ്റെ അടുത്ത് ഒരു കൊളീഗ് ചോദിക്കാൻ പറഞ്ഞ ഒരു ചോദ്യമാണ്. നമ്മളെല്ലാവരും ഇവിടെ നിസാരത്തിന്റെ അപ്പൂപ്പൻ ആൻഡ് ബോയ്സിനെക്കാളും കുറച്ചുകൂടെ ഓഡിയൻസ് ഉള്ളത് നിസാരത്തിനാണ് ഇവിടെ ഉള്ളത്. അപ്പം എൻ്റെ അടുത്ത് അവൾ ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്. ഇപ്പം നിസാരത്തിലെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ റിസർച്ച് ചെയ്യുന്ന ബുക്സും അതിൻ്റെ റിസർച്ച് പേർപ്പസിൻ്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാറുണ്ട്. നമുക്ക് തന്നെ തരുന്നുണ്ട് എന്തിന്നൊക്കെയാണ് ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ അനന്ത് റിസർച്ച് ചെയ്ത് തുടങ്ങുമല്ലോ. റിസർച്ച് ചെയ്തിട്ട് ഒരു പോയിന്റ് എത്തി, ഓക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ റെഡിയായി എന്നുള്ളൊരു പോയിന്റ് കിട്ടുമല്ലോ. അത് ഏത് പോയിന്റിലാണ് തീരുമാനിക്കുക? ഇത്ര റിസർച്ച് എൻ്റെ കംപ്ലീറ്റ് ആയി ഇനി വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് എത്രത്തോളം ഡേറ്റാസ് കിട്ടിക്കഴിയുമ്പോഴാണ് തീരുമാനിക്കുന്നത്? അത് വീഡിയോന്റെ ലെങ്ത്
ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം ആ ടോപ്പിക്കിൽ എത്ര നേരം സംസാരിക്കേണ്ടി വരും ആ ടോപ്പിക്ക് ക്ലിയർ ആവണമെങ്കിലെന്ന്. ഇപ്പോൾ അവസാനം ചെയ്ത ക്വാണ്ടം മെക്കാനിക്സ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ മിനിമം 2 മണിക്കൂർ വേണം. അല്ലാതെ പറയുന്നത് എന്തായാലും കേൾക്കുന്ന അത് ക്ലിയർ ആവില്ല. അയാൾ ചിലപ്പോൾ തലയാട്ടും, പക്ഷെ അയാൾക്ക് ക്ലിയർ ആവില്ല, അത് ഉറപ്പാണ്. ക്വാണ്ടം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ 2 മണിക്കൂർ വേണം. അതെനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയാം. അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ട് എത്ര മെറ്റീരിയൽ വേണ്ടി വരും. പിന്നെ ഞാൻ കുറേ ബുക്സ് വായിക്കും. എന്നിട്ട് അതിലെല്ലാം മെയിൻ പോയിന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്യും. എന്നിട്ട് ഒരു 10-50 മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്യും. എന്നിട്ട് ഈ 50 മെയിൻ പോയിന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം ഓക്കെ ക്വാണ്ടം മെക്കാനിക്സ് ഓൾമോസ്റ്റ് കവർ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഓരോ പോയിന്റ് ഇരുന്ന് എക്സ്പാൻഡ് ചെയ്ത് കണക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരു എൻ്റെ വീഡിയോ ഉണ്ടാകും. ഇനിയിപ്പോൾ ഞാൻ അടുത്ത റിസർച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടി സിമ്പിളർ ടോപ്പിക് ആയിരിക്കും. അതിന് പ്രോബ്ലി ഒരു 30 to 40 മിനിറ്റ്സ് മതി. അപ്പം ഞാൻ ഒരു 10-20 പോയിന്റ് ഇങ്ങനെ കണ്ടുപിടിക്കും ബുക്സ് നോക്കിയിട്ട്. എന്നിട്ട് ആ പോയിന്റ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു വീഡിയോ ആക്കും. ഇപ്പൊ നിസാരത്തിന്റെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഉണ്ടായിരുന്നു എല്ലാം ഡ്യൂറേഷൻ കുറവ്, ഒരു 14 to 15 മിനിറ്റ്സിന് ഇടയ്ക്ക് നിൽക്കുമായിരുന്നു. അവിടുന്ന് പിന്നെ ഡ്യൂറേഷൻ കൂടി ഇപ്പാണ് ഈ 2 hours 1.5 മണിക്കൂർ 2 മണിക്കൂർ എന്നുള്ള ഡ്യൂറേഷൻ എത്തി. അത് ഓഡിയൻസിന്റെ ഒരു അക്സെപ്റ്റൻസ് വെച്ചിട്ടാണോ അതോ ടോപ്പിക്ക് വെച്ചിട്ടാണോ? അങ്ങനെ ഇല്ല, അത് ഓഡിയൻസ് എനിക്ക് തന്നൊരു കോൺഫിഡൻസും കൂടെയാണ്. എല്ലാവർക്കും ഒരു അസംഷൻ ഉണ്ട്, എല്ലാവർക്കും ഭയങ്കര ഗോൾഡ് ഫിഷിന്റെ അറ്റൻഷൻ സ്പാൻ ആണ്, 3-4 സെക്കൻഡ് റീൽസ് കണ്ടോണ്ടിരിക്കും. പക്ഷേ സ്റ്റിൽ ഒരു ക്രൗഡ് ഉണ്ട്, ഒരു മണിക്കൂർ കുത്തിയിരുന്ന് വീഡിയോ കാണാൻ പറ്റുന്ന ക്രൗഡ് ഇപ്പോഴും കേരളത്തിലുണ്ട്. അത് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് ഞാൻ നിസ്സാരം ചെയ്ത് വരുന്തോറും. ഞാൻ 30 മിനിറ്റ് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ കമന്റ് ചെയ്യും 45 മിനിറ്റ് വീഡിയോ ഇട്ടാൽ കാണാം, 45 മിനിറ്റ് ഇട്ടോ അവർ പറയും 2 മണിക്കൂർ ഇട്ടോ കാണാം. അങ്ങനെ ആൾക്കാർ ആക്ച്വലി കാണുന്നുണ്ട്. കാരണം ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വീഡിയോന്റെ അവസാനം പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ കമന്റ് ബോക്സിൽ അതിൻ്റെ അർത്ഥം അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ആണ്, ഓഡിയൻസ് തന്ന കോൺഫിഡൻസിൽ നിന്ന് വരുന്നതാണ് ഇത്ര ലെങ്ത് ഉള്ള വീഡിയോ ചെയ്യാമെന്ന്. പിന്നെ ചില ടോപ്പിക്സിന് ആക്ച്വലി അത്രയും ടൈം വേണം. ഈ ടൈം എടുക്കുന്നതിന്റെ ഗുണം അതാ, ഭയങ്കര ഡെപ്തിൽ പോവാം, ഭയങ്കര ക്ലിയർ ആക്കാം. പക്ഷെ ഞാൻ ഒരുപാട് ടൈം എടുത്ത് മടുത്ത്. ഇപ്പൊ കൊണ്ടുപോയി എനിക്ക് 6 മാസം എടുത്ത വീഡിയോ ഉണ്ടാക്കാം. ഇത് ഞാൻ ചോദിക്കാൻ വന്നതായിരുന്നു ആക്ച്വലി, എത്ര ടൈം എടുക്കും? ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ക്വാണ്ടം മെക്കാനിക്സ് ആയതുകൊണ്ട് 6 മാസം എടുത്തു. അത് 6 മാസം എടുത്തു. കാരണം എനിക്കൊരു നിർബന്ധമുണ്ട്, ഞാൻ പറയുന്നത് എന്താന്ന് എനിക്ക് വൃത്തിയായിട്ട് അറിയാതിരിക്കണമെന്ന്. അല്ലാണ്ട് ഞാൻ എന്തോ പറഞ്ഞു അവരെ ഡൗട്ടൊന്നും ചോദിക്കില്ല, പേടിക്കണ്ട, അങ്ങ് തട്ടിവിട, അത് നമ്മള് അതെന്തോ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറയുന്നത് എന്താന്ന് എനിക്കറിഞ്ഞിരിക്കണം. ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് ഞാൻ 6 മാസത്തോട് ഫസ്റ്റ് ഉറപ്പാക്കി എനിക്കറിയാം ഞാൻ എന്താ പറയുന്നത്, എന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഓൾറെഡി ഞാൻ കഴിഞ്ഞ് ചെയ്ത ടോപ്പിക്സ് എല്ലാം കുറച്ച് ഹെവിയാണ്, കാൽക്കുലസ്, ആസ്ട്രോണമി, ക്വാണ്ടമിക്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 1-2 വീഡിയോ ഒക്കെ കുറച്ച് ലൈറ്റർ ടോപ്പിക്സ് ആയിരിക്കും, കുറച്ച് തളർന്നു ഞാൻ. അതെ. അപ്പൊ ഈ സിമ്പിൾ ടോപ്പിക്സ് എടുക്കുമല്ലോ, ഇപ്പം സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇപ്പം ലവ്, മാരേജ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ്, മാരേജ്, ഡിവോഴ്സ്, അങ്ങനെയുള്ള ടോപ്പിക്സ് അല്ല, ലവിനെ പറ്റി അങ്ങനത്തെ ടോപ്പിക്സ് എടുക്കുമല്ലോ, അതിനൊക്കെ ഏകദേശം എത്ര ടൈം വേണ്ടി വരുന്നുണ്ട്? അതിന് കുറച്ചുകൂടെ കുറവ് ടൈം മതി. ഇങ്ങനത്തെ അതിനൊക്കെ ഒരു സ്പീഡിൽ ഇരുന്ന് ചെയ്യണമെങ്കിൽ ഒരു 20 ദിവസം മതി അത് ചെയ്യാൻ. കുറച്ചുകൂടെ ഡെപ്തിലോട്ടൊക്കെ പോകണമെങ്കിൽ 1 മാസത്തിലൊക്കെ ചെയ്യാം. ഇപ്പം എല്ലാ വീഡിയോയുടെയും കമന്റ്സിൽ ഉണ്ടാവാറുണ്ട്, ഇപ്പം കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അനന്തരാമന്റെ അടുത്ത മാസ്റ്റർ പീസ് വന്നിരിക്കുന്നു, ഗൈസ് കമോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് എപ്പോഴും കാണാറുണ്ട്. ഇതാണോ എല്ലാ വീഡിയോസിന്റെയും ഒരു ഡിലേയുടെ കാരണം? അതായത് കുറെ കൂടെ എനിക്ക് OG സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് നിസ്സാരം എന്നെ ഉറങ്ങാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാനലാണ്. അതിലെ കണ്ടന്റ്സ് എല്ലാം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നെ പേഴ്സണലി ഇപ്പൊ ഡ്രീംസ്, എനിക്ക് എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഡ്രീംസ്. എനിക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടിയത് അനന്തുവിന്റെ വീഡിയോസിനാണ്. ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴും. എനിക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടിയത് അനന്തുവിന്റെ വീഡിയോസിൽ നിന്നാണ്. അപ്പം അങ്ങനെ നമ്മളെ പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അതിൽ നമ്മളെ പേഴ്സണലി കണക്ട് ചെയ്യുന്ന വീഡിയോസ് വളരെ കുറവാണ്. അങ്ങനെ ഒന്ന് കിട്ടിയപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ ഇത് വരാനായിട്ട് നമ്മൾ മാസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ റീവാച്ചും ചെയ്യാറുണ്ട്. അങ്ങനെ അതിനൊരു പോസിബിലിറ്റിയും ഉണ്ട്, അവിടെ റീവാച്ച് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ ഈ ഡിലേ നമുക്ക് ആൾക്കാർക്ക് ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. എനിക്കറിയാം. പക്ഷെ അത് ഇപ്പോ നമുക്കൊരു നിർബന്ധം ഇതാണല്ലോ, നമ്മള് ചെയ്യുന്ന വർക്കിന് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം. അവിടെ ഞാൻ ഡിലേ അത്ര കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഒരു നിസ്സാരത്തിലൊരു വീഡിയോ ഇറക്കിയിട്ട് എനിക്ക് തന്നെ തോന്നുകയാണ് ഇത് ഞാൻ ചുമ്മാ തട്ടിക്കൂട്ടി ചെയ്താന്ന് തോന്നുകയാണെങ്കിൽ അത് എനിക്കൊരു സത്യം പറഞ്ഞ ഇത് ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്, ഓഡിയൻസിന് ഇഷ്ടമാണെന്നുള്ള എനിക്കൊരു ആഡഡ് ബോണസ് ആണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഓഡിയൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓഡിയൻസിന് ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് വിഷമം. പക്ഷെ നമ്പർ 1 റീസൺ ഐ എം ഡൂയിങ് ദിസ് ഇസ് ഫോർ മൈസെൽഫ്. എനിക്ക് ഇഷ്ടമാണ് കുറെ ബുക്ക് വായിക്കാനും അതിരുന്ന് എഴുതാനും വീഡിയോ ആക്കാനും എഡിറ്റ് ചെയ്യാനും കുറച്ച് ആനിമേഷൻ എടുത്തിടാനും. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന സാധനമാണ്. അവിടെ സമയം എടുത്താലും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, അതെനിക്ക് ഇമ്പോർട്ടൻ്റ്. എനിക്ക് വേണമെങ്കിൽ ഈ
6 മാസം എടുത്ത് ഞാൻ 2.5 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ചെയ്തു. എനിക്ക് വേണമെങ്കിൽ ഒരു മാസത്തിൽ ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ വെച്ച് എനിക്ക് 5 വീഡിയോ ഇടായിരുന്നു. ചുമ്മാ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഇടാൻ. പക്ഷെ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ ഇമ്പ്രസ്ഡ് ആയിരിക്കുമല്ലോ. ഓക്കെ, നീ ഇത് ചെയ്തു നൈസ്. അതിന് സമയം എടുക്കും. യെസ്. ഈ അപ്പൂപ്പൻ ആൻഡ് ബോയ്സിന്റെ കണ്ടിട്ടുണ്ട്. കുറേ തവണ ഈ സിനിമകൾ കാണും എന്നുള്ളത്. ഇപ്പം ഞാനൊന്നും അങ്ങനത്തെ സിനിമകളൊന്നും പണ്ടെന്തോ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ എനിക്കൊന്നും അതിനുള്ള ക്ഷമയില്ല കാണാനായിട്ട്. പക്ഷെ ഇത് അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് കാണാൻ എനിക്കിഷ്ടം. അതിലൂടെയാണ് കുറേ ഇപ്പം എബ്രഹാം ആൻഡ് ലിങ്കൺ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഞാൻ അറിയുന്നത് ഇതിലൂടെയാണ്. പിന്നെയും അറിയാവുന്ന ചില സിനിമകൾ ഇപ്പം ലെങ്ക പോലെയുള്ള സിനിമകളൊക്കെ അറിയാം. അത് എപ്പോഴൊക്കെയോ ടി വിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു വശം ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് പിന്നീടാണ്. അപ്പൊ ഈ സിനിമകളൊക്കെ 10ഉം 12ഉം തവണയൊക്കെ കാണാന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് എങ്ങനെ സാധിക്കും അപ്പൊ അത്രയും തവണ കാണാൻ? ഒരു 3-4 തവണയൊക്കെ കാണാൻ പറ്റും. നല്ല ഫണ്ണാ. അത് അല്ലാതെ എല്ലാവർക്കും കാണാൻ പറ്റുന്നല്ല. എനിക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ്. പക്ഷെ സ്റ്റിൽ ഒരു 3-4 തവണയൊക്കെ കാണാം. ആദ്യത്തെ ഒരു തവണയ്ക്ക് ഒറ്റയ്ക്ക് കാണും. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണും. പിന്നെ ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെ കാണും. ഞാൻ ഓരോരോ ക്രൗഡിൻ്റെ കൂടെ കാണും. ഓരോ തവണയും ഓരോ വൈബ്സ് ആണ്, ഓരോ ജോക്സ് ആണ്. പിന്നെ ഈ 10 തവണയൊക്കെ കാണേണ്ടി വരുന്ന അതുപോലെ നമുക്ക് ജോക്സ് ഇങ്ങനെ എടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യണം. ഒരു 10 തവണയൊക്കെ ഒബ്സർവ് ചെയ്യണം എന്താണ് ഈ പടത്തിൽ ആക്ച്വലി നടക്കുന്നത്. ഒരു 10ാമത്തെ തവണയൊക്കെ ആകുമ്പോൾ എനിക്ക് മടുക്കും. പക്ഷെ എന്നാൽ പോലും ഞാൻ ഈ കൂറപ്പടം കാണാൻ തുടങ്ങിയത് ഭയങ്കര ചെറുപ്പത്തിൽ തൊട്ട്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ഫൺ ഹാബിറ്റാണ്. ഞാൻ എൻ്റെ ബ്രദർ, എൻ്റെ കസിൻസ്, അപ്പൂപ്പൻ, ഫ്രണ്ട്സ് എല്ലാവരും ഒരുപാട് ബോണ്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് ഒരുപാട് ഫോണ്ട് മെമ്മറീസ് ഉണ്ട് കുട്ടിക്കാലത്തിലെ ഇങ്ങനത്തെ സിനിമകൾ കാണുന്നത്. അതെനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. എൻ്റെ ഒരു ഭയങ്കര ഒരു ഫൺ സ്ട്രെസ് റിലീഫാണ്. ഞാൻ ഭയങ്കര സ്ട്രെസ് കൂറപ്പടം ഇട്ടിട്ട് ഭയങ്കര ഇരുന്ന് കാണും. എല്ലാരും നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചില്ലായിരിക്കും. മനോദിന് ഇതായിരിക്കും. അതെ അതെ. ഓക്കെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ആൻസൈറ്റിയുടെ കാര്യത്തിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അനന്തിന്റെ വീഡിയോസ്. ലൈക്ക് എനിക്ക് അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അമിഗ്ഡല ബേസ്ഡ് ആൻസൈറ്റി ആണ് എന്നുള്ളത്. എനിക്ക് അതിൽ നിന്നാണ് ഒരു റിയലൈസേഷൻ എനിക്ക് വന്നത്. അതിനുശേഷം എന്നെ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ പല കാര്യങ്ങളും എനിക്കൊരു കൺട്രോൾ കിട്ടി തുടങ്ങി. അപ്പം അനന്തു ഇതുപോലെ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് OCD ആയിട്ട് സഫർ ചെയ്യുന്ന ഒരാളായിരുന്നു. അതിനുശേഷം തെറാപ്പി എടുത്തു. അതിലും ആദ്യത്തെ കുറച്ച് തെറാപ്പിസ്റ്റ് വർക്കായില്ല, പിന്നീടാണ് വർക്കായത് എന്നുള്ളത്. അപ്പം അവിടെയും ഈ പറഞ്ഞ നമ്മൾ സയൻസ് പഠിച്ചു കഴിയുമ്പോൾ അല്ലെ ഇതിന്റെ ബാക്കിൽ എന്താണെന്നുള്ള പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറെ റിയലൈസേഷൻ ഉണ്ടാകും, കാര്യങ്ങൾ മനസ്സിലാകും. ഇപ്പൊ ഈ OCD ആയിട്ട് സഫർ ചെയ്തിട്ട് തെറാപ്പി എടുത്തു. അതല്ലാണ്ട് ഇതിന്റെ സയന്റിഫിക് വശങ്ങൾ എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തതൊക്കെ? ഇതിന്റെ സയൻസ് മനസ്സിലാക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇതിന്റെ സയൻസ് മനസ്സിലാക്കുമ്പോൾ ഓൾസോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ചിലർ സയൻസ് ആണെന്ന് പറഞ്ഞിട്ട് റോങ് സയൻസും തരും. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും ഇതിൻ്റെയൊക്കെ പ്രശ്നം. നമ്മൾ തെറ്റ് സാധനങ്ങൾ കറക്റ്റാണെന്ന് വിചാരിച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സയൻസ് ഒരുപാടുണ്ട്. ഇപ്പോൾ അത് മനസ്സിലാക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. OCD ഒരു ഭയങ്കര ഒരു ആങ്സൈറ്റി ബേസ്ഡ് ഡിസോർഡർ തന്നെയാണ്. ഒരു വേരിയേഷൻ ആണ് ഒരു ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ. പിന്നെ സയൻസ് മനസ്സിലാക്കുന്ന ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ജസ്റ്റ് മേക്ക് ഷുവർ ഇന്നത്തെ കാലത്ത് കുറെ കൂടെ ഇപ്പം ഒരു 15 വർഷം മുമ്പാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് കുറെ കൂടെ ഇന്ത്യയൊക്കെ സയൻസ് അവൈലബിൾ ആണ്, ഒരുപാട് ട്രീറ്റബിൾ ആണ്, മാനേജബിൾ ആണ്. സോ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് പ്രോഗ്രസ് വരും ന്യൂറോ സയൻസിലും സൈക്യാട്രിയിലും ഒക്കെ. ഇപ്പോൾ CAI വരുന്നുണ്ട്, അല്ലാണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സയൻസ് വിൽ ബി അവൈലബിൾ ടു പീപ്പിൾ ഇൻ ദ കമ്മിങ് 5 to 10 years. അപ്പം എനിക്ക് തോന്നുന്നു ഒരു നല്ല ടൈം ആയിരിക്കും. എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തൊക്കെ ട്രീറ്റ് ചെയ്യാനും, ക്യൂർന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ട്രീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സയൻസ് ഇനിയും വരാനിരിക്കുന്നു. എനിക്ക് ഒരു പോസിറ്റീവ് സ്പേസ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ഈ എനിക്ക് അറിയേണ്ട വേറൊരു കാര്യമാണ് അനന്തു എങ്ങനെയാണ് ദിവസങ്ങൾ മാനേജ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം ഈ 2 ചാനൽസ് നോക്കുമ്പോഴാണേലും അതിന്റെ കൂടെ ആക്ടിങ്, ഡയറക്ഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ സയൻസ് പഠിക്കുക അല്ലെങ്കിൽ അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിലും സയൻസ് നമ്മൾ ഒരുപാട് പഠിക്കാനായിട്ട് കിടക്കാണല്ലോ. ഇതെല്ലാം ഒരുപാട് വായിക്കുന്ന ആളാണ്. ഇതുപോലത്തെ നല്ല സിനിമകളും ഈ അപ്പൂപ്പൻ ആൻഡ് ബോയ്സിലെ സിനിമകളും ഒക്കെ കാണും. എങ്ങനെയാണ് അപ്പോൾ ഒരു ദിവസം മാനേജ് ചെയ്യുള്ളത്? ഇപ്പൊ ഈ വായന, ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി, ഇതെല്ലാം കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യാറുള്ളത്? എനിക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ടൈം ടേബിൾ ഒന്നുമില്ല. ഞാൻ എണീക്കുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും രാവിലെ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യും, കഴിക്കും. എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു വായന എല്ലാ ദിവസവും ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ദെയർ. അത് ചിലപ്പോൾ നോൺ ഫിക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ഫിക്ഷൻ ആയിരിക്കും. പക്ഷെ ഒരു 90% ദിവസങ്ങളിൽ ഞാൻ വായിക്കും. കൂറപ്പടം കാണുന്നത് ഡിപ്പെൻസ്. ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഏതെങ്കിലും കൂറപ്പടം കാണും. അത് അപ്പൂപ്പൻ ബോയ്സിന് വേണ്ടിയാണ്. പിന്നെ എനിക്കത് ഒരു ഭയങ്കര സ്ട്രെസ് ബസ്റ്ററാണ്. അതും കൂടെ അല്ലെങ്കിൽ എഴുത്തിന് വേണ്ടിയുള്ള റിസർച്ച് നടക്കാറുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്.
പിന്നെ ജിമ്മിൽ പോക്ക് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതെല്ലാം ഒന്ന് ഫിക്സ് ടൈം അല്ല, പക്ഷെ ഇങ്ങനത്തെ കുറെ സാധനം കഴിയുമ്പോഴത്തേക്കും ദിവസം കഴിയും. അപ്പൊ അങ്ങനെയാണ്. ടൈം മാനേജ്മെന്റ് ഈസി ആണോ? ഈസി ആണോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. എനിക്ക് വേണമെങ്കിൽ ഒരുപാട് സ്ട്രെസ് എടുത്ത് നിസ്സാരത്തിലെ 6 മാസത്തിലെ വീഡിയോ 4 മാസത്തിൽ ഇറക്കാം. പക്ഷെ അത്ര സ്ട്രെസ്സിങ് എടുക്കണ്ടെന്ന് വിചാരിച്ചു കുറച്ചൊന്ന്. അപ്പൊ ടൈം കുഴപ്പമില്ല. അത് പക്ഷെ അതിന്റെ ഒരു കാരണം കൊണ്ടാണ് ഈ ഡിലേയും കൂടെ വരുന്നത്. ഇപ്പം ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നു, നമ്മള് ഒരു ഡെസിഷൻ എടുക്കുമ്പം അവിടെ ഗിൽട്ട്, എനിക്കൊന്ന് മറ്റേ ബ്രേക്കപ്പ്, മാരേജ് ആൻഡ് ഡിവോഴ്സിലാണെന്ന് തോന്നുന്നു അത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം വിപ്രോയിലെ ജോലി വിട്ടിറങ്ങുന്നു, ക്രിയേറ്റീവ് സൈഡിലേക്ക് തിരിയുന്നു, അവിടെ ഏതാണോ ഗിൽട്ടിന് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെ നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ വിപ്രോയിൽ നിന്ന് ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് വന്നപ്പോൾ ഇപ്പം ഇനീഷ്യലി വരുമ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു റവന്യൂ ജനറേറ്റ് ആവാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ആ ഇനിഷ്യൽ ഫേസ് ഒക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത്? ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് ചിന്തിക്കില്ല. എനിക്കറിയാം, എൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെ അത്ര ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തത്. ഞാൻ ഒരിക്കൽ പോലും ഒരു ബോൾഡ് ഡിസിഷൻ ആണെന്ന് ആലോചിച്ചിട്ടില്ല. കാരണം എനിക്കതൊരു ഒരു ഇന്നവിറ്റബിലിറ്റി, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യണ്ട, അതെനിക്കറിയാം. അപ്പൊ എനിക്കറിയാം നാച്ചുറലി ഞാൻ ഇതാ ചെയ്യേണ്ടതെന്ന്. അപ്പൊ എനിക്കതൊരു എന്തോ വലിയ റിസ്ക് എടുക്കുന്നു ഇതിലോട്ട് പോകുന്നത്. കാരണം ഇതെനിക്ക് ഒരിക്കലും പറ്റില്ല, എനിക്ക് വേണ്ടി ഉള്ളതല്ല. എനിക്കിത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്തു, ഐ ഡോണ്ട് മൈൻഡ് ഒരു വർഷം വർക്ക് ചെയ്തത്. പക്ഷെ ഇതെനിക്കൊരു ലൈഫ് ലോങ് തിങ് ആയിട്ട് എനിക്ക് താല്പര്യം ഇല്ലാന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ വീട്ടുകാരും ഓക്കെ ആയിരുന്നു, അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ട് അവരുണ്ടാക്കിയിട്ടില്ല. അപ്പം പിന്നെ ഞാൻ അതിൽ ഒരുപാട് ചെല്ലും, പൈസ ഇല്ലെങ്കിൽ വേണ്ട, കുറച്ച് ദിവസം പൈസ ഇല്ലാണ്ടിരിക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ. എനിക്ക് അത്ര ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയും ചോദിക്കണേ കുറച്ച് പൈസ തരുമെന്ന്. സോ ഞാൻ അതിനെ അത്ര ഒരു ഭയങ്കര വലിയ ഡിസിഷൻ ആയിട്ടല്ല. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ മാസം 5000 രൂപയ്ക്കായിരുന്നു ഉണ്ടാക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഞാൻ വിപ്രോയിൽ നിന്ന് സേവ് ചെയ്ത് വെച്ച പൈസ എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ കുറച്ച് നാളിങ്ങനെ കൊണ്ടുപോകാൻ. സോ അത് ഞാൻ അതിന് ഒരിക്കലും കാരണം എനിക്ക് മറ്റേ ഓപ്ഷൻ തീരെ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ഒരുപാട് വേ ചെയ്യുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ഇത് തന്നെ ചെയ്യാൻ പോകുന്നുള്ളൊരു. കുറച്ച് സയൻസിനെ സംസാരിക്കാം. ഇപ്പൊ അതാണ് കുറച്ചുകൂടെ ഇഷ്ടമല്ലേ, സയൻസ്, ഫിസിക്സ് ഒക്കെ. യെസ്. അപ്പൊ ഞാൻ ഇന്ന് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു, ലൈക്ക് നമ്മളെ 10th ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചറിന്റെ പേരെന്തായിരുന്നു എന്നുള്ളത്. ആ ടീച്ചറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അത് ഇപ്പൊ ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ, എന്നെ ഓർമ്മയുണ്ടെങ്കിൽ മേ ബി പുള്ളിക്കാരത്തേക്ക് അതൊരു ബാഡ് ആയിരിക്കാം. എന്നാലും ഞാൻ മറന്നുപോയി ആ ടീച്ചറിന്റെ പേരെന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അന്ന് ഞാൻ 10th വരെ ഫിസിക്സിൽ ഭയങ്കര വീക്കായിരുന്നു. +1 +2 എത്തിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈസിയായി. അപ്പൊ എനിക്ക് മനസ്സിലായി +1 +2 എൻ്റെ ടീച്ചർ എന്നെ കുറച്ചുകൂടെ അവർ പറഞ്ഞു തരുന്നത് എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായി. പിന്നീട് പിന്നെയും എനിക്ക് അനന്തു പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കുറച്ച് വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടി തുടങ്ങി. ഓക്കെ, ഇത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം അനന്തുവിന് ഈ ഫിസിക്സിനോടുണ്ടായിരുന്ന ഒരു താല്പര്യം, ഈ സയൻസിനോടുണ്ടായിരുന്നൊരു താല്പര്യം, ഇതിലാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ ഇരിക്കുന്നത് എന്ന് മനസ്സിലാകുന്ന ഒരു മൊമെന്റും അതിനെപ്പറ്റി പഠിച്ചു തുടങ്ങിയത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ പഠിപ്പിച്ച ടൈമിൽ, സ്കൂളിൽ ഇതുപോലെ പഠിച്ച ടൈമിൽ മനസ്സിലായിട്ടില്ല, പിന്നീട് അത് മനസ്സിലാക്കിയൊരു മൊമെന്റ് ഉള്ളു. അപ്പൊ ഇതിലൂടെ എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടായേക്കാൻ തോന്നിയ ഒരു മൊമെന്റ് എന്തായിരുന്നു? സോ എൻ്റെ ഫാമിലി ഫുൾ ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അക്കാഡമിക്സ്, റിസർച്ച്, അച്ഛൻ സയന്റിസ്റ്റ്, അമ്മ ടീച്ചർ, അമ്മൂമ്മ എല്ലാവരും പ്രൊഫസേഴ്സ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ വീട്ടിൽ പണ്ടൊരു ചെറിയ ലാബൊക്കെ ഉണ്ടായിരുന്നു എല്ലാം. അപ്പൊ എനിക്ക് ഭയങ്കര ചെറുപ്പം തൊട്ടേ ആ ഒരു അപ്ബ്രിങ്ങിങ് ഉണ്ട്, ഒരു സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മയ്ക്ക് കെമിസ്ട്രി മാത്രമല്ല, അമ്മയ്ക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, മാത്ത് ഉണ്ട്. അപ്പൊ ഇതിലെല്ലാത്തിനും എനിക്ക് ചെറുപ്പം തൊട്ടേ ഇൻട്രസ്റ്റ് ഉണ്ട്. സ്കൂളിൽ ഞാൻ ആക്ച്വലി നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട്. കോളേജിലെത്തിയിട്ടാണ് ഉഴപ്പാൻ തുടങ്ങിയത്. കോളേജിലാണ് ടീച്ചേഴ്സ് അത്ര നല്ലതല്ലായിരുന്നു, സോ അതെനിക്ക് ബുദ്ധിമുട്ടിയത്. പക്ഷെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊരു ജോലിയാക്കാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം പണ്ടോട്ടേ ഞാൻ ഇത് ഔട്ട് ഓഫ് എൻ്റെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് 1 മണിക്കൂർ ഇരുന്ന് ഫിസിക്സ് വായിക്കുന്ന തുടങ്ങി എനിക്ക് പറ്റില്ല. ഞാൻ എനിക്കിഷ്ടമുള്ളപ്പം വായിക്കും. അപ്പൊ എനിക്ക് നിസ്സാരം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ എൻ്റെ ഇൻട്രസ്റ്റിൽ ഞാൻ പോയി വായിച്ച് എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത്. പക്ഷെ എനിക്ക് പോയി ഒരിടത്തിരുന്ന് വേറൊരാൾ പറയുന്നതനുസരിച്ച് ഇത് വായിച്ച് അതെനിക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് സയൻസ് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് സയൻസ് ചെയ്ത് എനിക്ക് എഞ്ചിനീയറിംഗ് ഒട്ടും ഇഷ്ടമല്ല. സയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആസ് എ ഹോബി ഐ കനോട്ട് മേക്ക് എ പ്രോപ്പർ കരിയർ ഔട്ട് ഓഫ് ഇറ്റ്. ഈ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണോ ഫൈനൈറ്റ് ആണോ? ഇതിനൊരു ആൻസർ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുമോ? മേ ബി സം ഡേ ഇൻ ദ ഫ്യൂച്ചർ കിട്ടുമായിരിക്കും. ആൻഡ് ഇൻഫിനിറ്റ് ആണോ ഫൈനൈറ്റ് ആണോ എന്നുള്ളതനുസരിച്ചിരിക്കും ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ യൂണിവേഴ്സിന്റെ.
പാരലൽ വേൾഡ്സിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഡിപ്പെൻസ് ഓൺ വെദർ ദ യൂണിവേഴ്സ് ഇസ് ഇൻഫൈനൈറ്റ് ഓർ ഫൈനൈറ്റ്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ അത് കാരണം നമ്മൾ ഈ ലൈറ്റ് ഒബ്സർവ് ചെയ്തിട്ടാണല്ലോ ഇത് മനസ്സിലാക്കുന്നത്. ആൻഡ് അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇൻഫിനിറ്റ് ആണോ ഫൈനൈറ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്തായാലും നമുക്ക് അതിനൊരു ആൻസർ ഉണ്ടാവില്ല. മേ ബി ഫാർ ഇൻ ടു ദ ഫ്യൂച്ചർ ചിലപ്പം കിട്ടിയേക്കാം. കിട്ടിയേക്കാം. ഇപ്പൊ ഈ നിസ്സാരം ചെയ്യുന്നു, അപ്പൂപ്പൻ ബോയ്സ് ചെയ്യുന്നു, ഇതിൽ ഏതാണ് ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുന്നത്? ഏതായിരിക്കും? അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. ഓൺ ബോയ്സ് ആണോ നിസ്സാരമാണോ കൂടുതൽ ഇഷ്ടം വെച്ചാൽ രണ്ടും എൻ്റെ ലൈക്ക് എനിക്ക് അത്രയ്ക്ക് ഡെഫിനറ്റ്ലി അതിൽ ഒരെണ്ണം ഓവർ ദ അതർ പറയാൻ പറ്റില്ല. രണ്ടും ഒരുപോലെയാണ്. ഞാൻ കുറച്ച് ദിസ് സോ ദാറ്റ് ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുണ്ട്, അത് ചോദിക്കാം. അത് വൺ വേർഡിൽ പറയണം എന്നില്ല, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയാം. ഓക്കെ, ഞാൻ ഈ നിസാരവും അപ്പൂപ്പൻ ബോയ്സും കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, ഹൂ ഇസ് യുവർ മ്യൂസിക്കൽ മൈസ്ട്രോ? AR റഹ്മാൻ ഓർ മുസാഫിർ? അങ്ങനെയൊക്കെയോ? ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ, ബാക്കിയല്ല. ഓക്കെ ഓക്കെ, അപ്പൂപ്പൻ ബോയ്സ് ഫാൻസിനായിട്ട് മുസാഫിർ. ഓ, അല്ലാണ്ട് നോക്കി കഞ്ഞേറും. അല്ലാതെ ഓക്കെ, ഓബിയസ്ലി. ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ? വെരി ഡിഫിക്കൾട്ട്. നോൺ ഫിക്ഷൻ. ലൈക് വൈ പറയാൻ പറ്റുമോ? ഫിക്ഷൻ ഓബിയസ്ലി ഗ്രേറ്റ്. എനിക്ക് ഞാൻ ഒരിക്കലും പറയല്ല ഫിക്ഷൻ മോശം, എനിക്ക് ഫിക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നോൺ ഫിക്ഷൻ എന്നെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ ഫിക്ഷനേക്കാൾ. നോൺ ഫിക്ഷനിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ കുറച്ചുകൂടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. Is time travel really possible? Into the future, yes. Into the past, according to current science, no. റിലേറ്റിവിറ്റി അതാണല്ലോ പറയുന്നത്. നമ്മൾ സ്ട്രോങ്ങർ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോട്ട് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ആക്സലറേറ്റ് ചെയ്യാൻ ഫാസ്റ്റർ സ്പീഡ്സിൽ പോകണമെങ്കിൽ ഫ്യൂച്ചറിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ പാസ്റ്റിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് കറണ്ട് അണ്ടർസ്റ്റാൻഡിങ്. അതിനി മാറും. മേ ബി ഫ്യൂച്ചറിൽ മാറിയേക്കാം, മാറാതിരിക്കാം. യെസ്, ടഫ് ക്വസ്റ്റ്യൻ ആട്ടോ. ദേവ്ജി ഓർ ഷാങ്കി? ദേവ്ജി. ദേവ്ജി ഫാൻസിനാണ് ഇവിടെ എപ്പോഴും. പിന്നെ ദേവ്ജി കഴിഞ്ഞിട്ടേ ഉള്ളൂ. യെസ്. ദി ഏജ് ഓഫ് യൂണിവേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അയ്യോ, എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല ഏജ് ഓഫ് യൂണിവേഴ്സ് എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തതെന്ന് എക്സാക്ട്ലി. എനിക്ക് തോന്നുന്നവര് ഇത് എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉണ്ട്. എന്തായിരുന്നു അതിന്റെ പേര്? എനിക്ക് തോന്നുന്നത് അത് അനലൈസ് ചെയ്തിട്ടാണ് അവര് ഇപ്പൊ എക്സാക്ട് ഏജ് ഡിറ്റർമിൻ ചെയ്തതെന്ന്. സോ എന്തോ ഒരു ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ അനലൈസ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രിസൈസ് ഏജ് യൂണിവേഴ്സിന്റെ ഫിഗർ ഔട്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് നാൾ മുമ്പ് വായിച്ചുണ്ട്. ഓക്കെ, എന്താണ് ഈ ദൈവം എന്ന ക്രിയേഷനെ പറ്റി പറയാനുള്ളത്? ദൈവം ഇപ്പം മതമാണെങ്കിൽ എനിക്ക് ഒരു തരത്തിലും വിശ്വാസമില്ല. ഞാൻ ഭയങ്കര അഗൻസ്റ്റ് ആണ്. ഭൂമിയിൽ മതം ഉണ്ടാവാതിരുന്നാൽ വളരെ നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കണ്ട. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ മതവിശ്വാസികളുമാണ്. എനിക്കത് വലിയ താല്പര്യമില്ല, പക്ഷെ ദൈവവിശ്വാസികളാണ്. പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. കാരണം കുറേ പേർക്ക് ഒരു സമാധാനമുണ്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. കുറേ പേർക്ക് ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. ആൻഡ് ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത് ആക്ച്വലി ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും ഇൻ സം സെൻസ്. പിന്നെ ഇറ്റ് ഓൾസോ ഡിപ്പെൻസ് ഓൺ ദൈവത്തിന് നിങ്ങൾ എന്ത് ഡെഫിനിഷനാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അത് ഭയങ്കര വേഗ് ആണല്ലോ ഈ ദൈവം എന്ന് പറയുന്നത്. ചിലർ പറയും ഒരു ശക്തിയാണ്, ചിലർ. പക്ഷേ ഐ തിങ്ക് നമുക്കൊരു കൺസെൻസസിൽ വരാൻ പറ്റും ദാറ്റ് ദ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഇസ് എവിടെയോ നിന്ന് ഭൂമിയെയും മനുഷ്യനെയും സ്പെഷ്യൽ ഇൻട്രസ്റ്റോടെ നോക്കുന്ന ഒരു ശക്തി. അങ്ങനെ ഒരു ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡൗട്ട് ഇറ്റ്. എനിക്ക് തോന്നുന്നില്ല. പർട്ടിക്കുലർലി മനുഷ്യനിൽ പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഇല്ല. അത് ഒരു സെൻസും ഉണ്ടാക്കുന്നില്ല. ഭൂമിയിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും വലിയ സെൻസ് ഉണ്ടാക്കുന്നില്ല. ബട്ട് ഐ ക്യാൻ സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ്. ഇഫ് യുവർ ഡെഫിനിഷൻ ഓഫ് ഗോഡ് ഇസ് ദാറ്റ് ദെയർ ആർ തിങ്സ് വിച്ച് ഹ്യൂമൻസ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് മേലെയായിട്ട് എന്തൊക്കെയോ യൂണിവേഴ്സിൽ ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഡെഫിനിഷൻ ഓഫ് ദൈവമെങ്കിൽ ഐ ടോട്ടലി അഗ്രി. അത് ഞാനും വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യൻ ഈ നടക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു 1% അണ്ടർസ്റ്റാൻഡിങ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്തതിന് ഓരോ ഡെഫിനിഷൻ കൊടുക്കുക. അത് ദൈവം, ഇതാണ് ദൈവം പറഞ്ഞത് ശരി, ഇത് ദൈവത്തിന് ഇഷ്ടമല്ല, ഈ സമയത്ത് ഇങ്ങനെ ചെയ്യാം, ഈ സമയത്ത് അമ്പലത്തിൽ കയറിക്കൂടി, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അറിഞ്ഞുകൂടല്ലോ. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്തത് എന്തൊക്കെയോ ഉണ്ട്. അത് ഞാനും അഗ്രി ചെയ്യുന്നു. അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പൂച്ചയ്ക്ക് കാൽക്കുലസ് മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ ആണ് നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നെങ്കിൽ എനിക്ക് ഐ ഓൾസോ അഗ്രി ദൈവം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു ഹ്യൂമൻസിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള എന്തോ ഒരു എൻറ്റിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ നിസാരം എന്നുള്ളൊരു പേര് ചൂസ് ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? എനിക്ക് പർട്ടിക്കുലർ ഓർമ്മ വരുന്നില്ല. ഞാൻ കുറെ ആലോചിക്കായിരുന്നു എന്ത് പേര് ഇടണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് കരിക്കിന്റെ അത് ഓർമ്മ ഉണ്ടായിരിക്കുന്നത്. നിസ്സാരം പറയുകൊണ്ടിരിക്കുന്നത്.
ഞാൻ ആലോചിച്ചു ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോൾ പേർപ്പസ്. നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്സ് അല്ലെങ്കിൽ മേ ബി ഈവൻ നോൺ കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്സ് എടുത്ത് അതിന് സിമ്പിളായിട്ട് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ആ ഒരു സാധനം വിചാരിച്ചിട്ട്. അങ്ങനെയാണ്. ഓക്കെ. ഇഫ് ഗിവൺ എ ചാൻസ് ഫ്യൂച്ചറിൽ പോയി ലോകാവസാനം കാണണോ അതോ പാസ്റ്റിൽ പോയിട്ട് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം കാണണോ? പാസ്റ്റിൽ പോയിട്ട് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം കാണാം. ഫ്യൂച്ചറിൽ പോയി ലോകാവസാനം കാണുന്നത് ഭയങ്കര ബ്ലീക്ക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല ഒട്ടും ഒരു അത് കണ്ടാൽ എനിക്ക് വെറുതെ വിഷമമാവുമെന്ന് എനിക്ക് തോന്നുള്ളൂ. പിന്നെ അതോർത്ത് ജീവിക്കേണ്ടി വരുമല്ലേ? അതൊരു നല്ല രീതിയിലായിരിക്കില്ല എങ്ങനെയാണെങ്കിലും ഇനി സംഭവിക്കാൻ പോകുന്നത്. ലോകത്തിന്റെ ക്രിയേഷൻ കാണാൻ ഫാർ മോർ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എനിക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് ഞാൻ വിചാരിച്ചിരുന്നു ഇത് തന്നെ പറയുള്ളൂ. ഓക്കെ. ഇപ്പം വീഡിയോസിന്റെ വ്യൂസ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ? പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. വ്യൂസ് മാറ്റർ ചെയ്യുന്നു ഡെഫിനറ്റ്ലി. ഞാൻ ഒട്ടും വ്യൂസ് ഒന്നും കെയർ ചെയ്യാത്ത ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ ഒരു പൊടിക്ക് മുകളിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ഈ നിസാരത്തില് ഏത് വീഡിയോന്നായിരുന്നു ഈ വ്യൂസ് ഫസ്റ്റ് കയറി തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? എവല്യൂഷൻ ആണ് ഫസ്റ്റ് നിസ്സാരം കയറാൻ തുടങ്ങിയത്. ഭയങ്കരമായിട്ട് കയറാൻ തുടങ്ങിയത് 80s ഇട്ടപ്പോഴാണ്. ഈ എയ്ത്തിസത്തിന് കുറച്ചധികം നെഗറ്റീവ് ഇതും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്രയും വന്നിട്ടില്ല. കാരണം ഞാൻ ഒരു പ്രത്യേക മതത്തിനെ എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ല. എന്റെ മതത്തിനെയും പറഞ്ഞ് അവന്റെ മതത്തിനും പറഞ്ഞു ഇവന്റെ മതത്തിനും മൊത്തത്തിൽ എല്ലാത്തിനും കൂടെ അല്ലേ പറയാം. അതൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഞാൻ റിലിജ്യനെ ഒരു പർട്ടിക്കുലർ റിലിജ്യനെ ഞാൻ ബാഷ് ചെയ്ത ആൾക്കാർ ട്രിഗറാണോ. ദൈവം ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞോട്ടെ. അങ്ങനെയായിരുന്നു. ഇപ്പം ഇപ്പൊ അടുത്ത് ഇനി കുറച്ചുകൂടെ സിംപ്ലർ ടോപ്പിക് ആണ് പറയുന്നത് എന്ന് പറഞ്ഞു. അത് ഉടനെ തന്നെ ഉണ്ടാവുമോ വീഡിയോ? അതോ എനിക്ക് എക്സാക്ട്ലി അറിഞ്ഞുകൂടാ. കാരണം അപ്പൂപ്പൻ ബോയ്സിന് പരിപാടി ചെയ്യണം, നിസാരത്തിൽ ചെയ്യണം. പിന്നെ കുറച്ചിങ്ങനെ കഥകളുടെയും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരു എഴുത്തും പരിപാടിയൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അപ്പൊ എക്സാക്ട്ലി എത്തും അറിയണം. ഞാൻ ഒരു ടോപ്പിക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്യാൻ. വായിച്ച് തുടങ്ങുകയും ചെയ്തു. എക്സാക്ട്ലി എപ്പോഴായിരിക്കും അറിയേണ്ടത്. ഈ അപ്പൂപ്പൻ ആൻഡ് ബോയ്സിന്റെ എങ്ങനെയാണ് ആക്ച്വലി മൂവീസ്? ലൈക്ക് നമുക്കൊരു മിനിമം ക്വാളിറ്റി ഉള്ള സിനിമ ആണെങ്കിൽ അത്ര അങ്ങോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്രയും ഇങ്ങനത്തെ സിനിമകൾ എവിടെ നിന്നാണ് കിട്ടാറുള്ളത്? സജഷൻസ് വരെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പറയുകയും ചെയ്തു. ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പക്ഷെ കണ്ടിട്ടില്ല. ലൈക്ക് ഈ മൂവിയിൽ ഒരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞ് ഞാൻ അയച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ സജഷൻസിൽ നിന്നാണോ കമന്റ്സിൽ നിന്നൊക്കെയാണോ എങ്ങനെ വീഡിയോസ്? ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം അത്ര യൂസ് ചെയ്യാറില്ല. എനിക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോറി ഇടണമെങ്കിൽ മാത്രമേ ഇൻസ്റ്റാഗ്രാം തുറക്കാറുള്ളൂ. വലിയ ബുദ്ധിമുട്ടില്ല എനിക്ക് കുറപ്പടം കണ്ടുപിടിക്കാൻ. കാരണം എനിക്ക് കുറേ അറിയാം ചെറുപ്പത്തിലെ. പിന്നെ നിങ്ങൾ ചുമ്മാ എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ സജഷൻ ഫുൾ ചെയ്താണ്. ചുമ്മാ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. എനിക്കൊരു റാബിറ്റ് ഹോളിലോട്ടൊന്നും പോകണ്ട. യൂട്യൂബ് തന്നെ എനിക്ക് എടുത്തത് ഇരുന്ന് കണ്ടോന്ന് പറയുന്നത് ഇങ്ങനെ 60 സജഷൻ തരും കുറവ്. പിന്നെ എനിക്ക് തന്നെ അറിയാം. ഞാൻ പറയുന്നത് ഭയങ്കര ഒരു കൊച്ചുകുട്ടി ഡെവലപ്പ് ചെയ്ത ഒരു ഭയങ്കര യൂസ്ലെസ് സ്കില്ലാണ് ഈ കുറപ്പടം എൻജോയ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് 10 വയസ്സൊക്കെ ഉള്ളപ്പം തൊട്ട് കുറപ്പടം കൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അറിയാം കുറെ കുറപ്പടങ്ങൾ. ഒരു കേരളത്തിലെ ഒരു ഏറ്റവും കുറപ്പടങ്ങൾ അറിയാവുന്ന ഒരു 5 പേരെടുത്ത് നോക്കിയാൽ അതിൽ ഞാൻ ഉണ്ട്. എനിക്ക് അത്രയും കുറപ്പടം അറിയാം. അപ്പൊ ഇനി കൊറേ ചെയ്യാൻ കിടക്കുന്നു. പിന്നെ ഇതൊരു ലൈഫ് ലോങ് തിങ് ആണ്. ഇതിന്റെ ഫ്രീക്വൻസി ഓബ്വിയസ്ലി കുറയും. ചിലപ്പോ ഇനി ആ വർഷത്തിൽ 2 അപ്പൂപ്പൻ ബോയ്സ് വീഡിയോ കാണും, ചിലപ്പോ ഒരു 4 എണ്ണം കാണും. അതൊക്കെ സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. എനിക്കറിയാം. പക്ഷെ ഇത് ഒരിക്കലും നിക്കില്ല. ഇത് ലൈഫ് ലോങ് തിങ് ആയിരിക്കും. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ജസ്റ്റ് ദാറ്റ് ഫ്രീക്വൻസി കുറയും. ഈ ടെഡെക്സിലെ ഒരു ടോക്കിൽ ഇങ്ങനെ കണ്ടിരുന്നു. ചെറുപ്പത്തിൽ ഇങ്ങനെ അമ്മൂമ്മ പറഞ്ഞിരുന്നു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ തൊഴണം എന്നുള്ളത്. അപ്പം അന്ന് അത് വിശ്വസിച്ചിരുന്ന ഒരു ചെറിയ അനന്തമുണ്ട്. പിന്നീടാണ് ഇതിലല്ല കാര്യം എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കി വന്നത്. അപ്പം പണ്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പം ലൈക്ക് എൻ്റെ വീട്ടിലും ഉണ്ട്, ലൈക്ക് ഭയങ്കര ബിലീവർ ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഒരു സമാധാനമുണ്ട്. എന്തിലും ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന്. ലൈക്ക് ഞാനൊരു എത്തിസ്റ്റ് ആണ്, എനിക്കത് പറയാം. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. അപ്പം എനിക്ക് പണ്ട് പോലെ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നതാണ്. ഒരു പോയിന്റിൽ അത് മാറി. എനിക്ക് പെട്ടെന്ന് ലൈക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് കാരണം ഈ പറയുന്ന ദൈവം അല്ലെങ്കിൽ ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ എനിക്കത് മാറി. അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ ഇൻസിഡന്റോ അല്ല ഒരു ഇൻസിഡന്റോ കൊണ്ടാണോ ആ ഒരു ബിലീവ് മാറി ഒരു എത്തിസത്തിലേക്ക്? അങ്ങനെ പേഴ്സണൽ ഇൻസിഡൻസ് ഉണ്ട് ടു ആൻ എക്സ്റ്റെന്റ്. ബട്ട് ദ പ്രൈമറി റീസൺ ഇസ് ദാറ്റ് ഈ കുറെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരുമാതിരി നാച്ചുറലി ഓബ്വിയസ് ആയ ഒരു പോയിന്റിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ
ഒരുപാട് ഹിസ്റ്ററിയും ഒരുപാട് ബയോളജിയും എവല്യൂഷനും ന്യൂറോ സയൻസും എല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഗ്രാജുവലി ഭയങ്കര ക്ലിയർ ആവും ഇതൊരു സെൻസ് ഉണ്ടാക്കുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവത്തിനോട് ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല. എനിക്ക് ജസ്റ്റ് ഇല്ലാത്തൊരു സാധനത്തിനോട് എനിക്കെന്ത് ജസ്റ്റ് ഇല്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഇല്ല. എനിക്കത് ഭയങ്കര ഇപ്പൊ ഇമോഷണലി നമുക്ക് ഓരോ പോയിന്റ്സിൽ തോന്നാം, ഓക്കെ എന്താ ദൈവം ഉണ്ടെങ്കിൽ എന്നെ എന്താ ഹെൽപ്പ് ചെയ്യാത്ത. ദാറ്റ് ഇസ് വൺ റീസൺ. പക്ഷേ അത് പ്രൈമറി റീസൺ ഇസ് ദാറ്റ് എനിക്കത് ഭയങ്കര ലൈക്ക് ഓവർ ദ കോഴ്സ് ഓഫ് ടൈം ഭയങ്കര എവിഡന്റ് ആയി ഇങ്ങനൊരു എൻറ്റിറ്റി ഇല്ല എന്നുള്ളത്. ഈ എവല്യൂഷൻ മനസ്സിലാക്കി വന്ന കുറെ കൂടെ ആൾക്കാർക്ക് ഒരു റിയലൈസേഷൻ. എവല്യൂഷനും ഹിസ്റ്ററിയും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹ്യൂമൻ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. എവല്യൂഷൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഹ്യൂമൻ ഇന്റലിജൻസിനെ പറ്റി, ആനിമൽ ഇന്റലിജൻസിനെ പറ്റി, ഹ്യൂമൻസും ആനിമൽസും ഒക്കെ എങ്ങനെയാ കണക്റ്റഡ് എന്നും ഇതൊക്കെ ക്ലിയർ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചുമ്മാ ഒരു ദിവസം ഇങ്ങനൊരു മനുഷ്യനെ ഒരു ദൈവം ഉണ്ടാക്കിയതൊന്നും അല്ല എന്ന്. അത് എല്ലാവരും വായിച്ചു നോക്കേണ്ട 1-2 ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഹ്യൂമൻ ഹിസ്റ്ററിയും എവല്യൂഷനും ഒക്കെ ക്ലാരിറ്റി കിട്ടും. പലപ്പോഴും ഈ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ഇതൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പലപ്പോഴും കാണാറുണ്ട് ഈ ഏലിയൻസ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് പണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ വരയ്ക്കുമായിരുന്നുണ്ടോ. അതിൽ ഈ ഭയങ്കര ഹൈറ്റ് ഉള്ള ഇത് വരച്ചു വെച്ചേക്കുന്നത് അത് ഏലിയൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എവല്യൂഷന്റെ ഭാഗമായിട്ട് ഉള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. പണ്ട് ഇതുപോലെ സൈസ് കൂടിയവരുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എവല്യൂഷന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഉള്ള ഇതിൽ വന്നത്. സോ ഇപ്പോഴും അത് ഏലിയൻ ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഏലിയൻസ് ഇപ്പോഴും നമുക്കറിയില്ല. അതിലൊരു ക്ലാരിറ്റി വരുന്നതേ ഉള്ളൂ ഇപ്പോഴും. സോ അങ്ങനെ പറയുന്ന ലൈക്ക് അത് അവർ ഏലിയൻസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരോട് അനന്ത് എന്തായിരിക്കും പറയുന്നത്? അത് കുറച്ച് പാടാ. ലൈക്ക് അവരുടെ ഇംപ്രോബബിൾ ആണെന്നുള്ള, ഇമ്പോസിബിൾ അല്ല. അവർ പറയുന്നത് ക്യാൻ ബി റൈറ്റ്. നമുക്ക് 100% പറയാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞ തെറ്റും. ഒരു 0.1% ചാൻസ് ഉണ്ട് ആക്ച്വലി മേ ബി ഏതെങ്കിലും ഏലിയൻ വന്നിട്ടുണ്ടാവാന്നുള്ളത്. ബിക്കോസ് ഞാൻ ഏലിയൻസിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഏലിയൻസിൽ വിശ്വസിക്കുന്നുണ്ട്. സിംപ്ലി ബിക്കോസ് ദ യൂണിവേഴ്സ് ഇസ് എക്സ്ട്രീംലി ഹ്യൂജ്. അപ്പം നമ്മൾ ഈ യൂണിവേഴ്സിന്റെ ഏതോ ഒരു കോണിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ദൈവം എന്നെ ഉണ്ടാക്കി എന്ത് സൂപ്പറാന്ന് വിചാരിച്ചോണ്ട് നീ കണ്ടിട്ടില്ലാത്ത എത്ര സ്ഥലങ്ങൾ, ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് പ്ലാനറ്റ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഭൂമി. ആ ഭൂമിയിൽ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. ആ ഭൂമി ഇരുന്നോണ്ട് നമ്മൾ പറയും ഇവിടെ മാത്രമേ ആൾക്കാരുള്ളൂ, വേറെ ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് എന്തറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒരു 10-25 പ്ലാനറ്റ് കണ്ടിട്ടുള്ള കുറെ സോളാർ സിസ്റ്റം പ്ലാനറ്റ് കണ്ടിട്ടുള്ളൂ. മറ്റേ സ്പെക്ട്രോസ്കോപ്പി വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടിരുന്ന് പറയേ ഈ 10-25 സ്ഥലത്തൊന്നും ആരും ഇല്ല, അപ്പൊ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അതെന്താണ് ബാക്കി 2 ട്രില്യൺസ് ഓഫ് പ്ലാനറ്റ്സിൽ ആരും പോയി നോക്കും. അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് വെരി പ്രോബിൾ ദാറ്റ് ദെർ ആർ ഏലിയൻസ്. പക്ഷേ ഏലിയൻസിന്റെ ഇന്റലിജൻസ് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ വേറെ ഒരു ഡിസ്റ്റന്റ് പ്ലാനറ്റിൽ ബാക്ടീരിയ ആയിരിക്കും ഉള്ളത്. അതും ഒരു ഏലിയൻ ക്രീച്ചർ, ഏലിയൻ ലൈഫ് അല്ലേ അത്. ചിലപ്പോൾ പട്ടിയുടെ ഇന്റലിജൻസ് ഉള്ള ക്രീച്ചേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ സൂപ്പർ ഹ്യൂമൻ ഇന്റലിജൻസ് ഉള്ള ക്രീച്ചേഴ്സ് ആയിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് വെരി പോസിബിൾ ദാറ്റ് ദേർ ആർ ഏലിയൻസ്. അത് നമ്മുടെ എർത്തില് മനുഷ്യൻ വേറെ പ്ലാനറ്റില് മേ ബി മനുഷ്യൻ ഉണ്ടായേക്കാം. അത് മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ മനുഷ്യൻ ഇവോൾവ് ചെയ്തത് എർത്തിലെ സ്പെസിഫിക് കണ്ടീഷൻസിനോട് അഡാപ്റ്റ് ചെയ്ത. ഇത്രയും ലെവൽ ഓഫ് ഓക്സിജൻ, ഇത്രയും ടെമ്പറേച്ചർ, ഇത്രയും റെയിൻഫോള്, ഇങ്ങനത്തെ പർട്ടിക്കുലർ കണ്ടീഷൻസിന് അഡാപ്റ്റ് ചെയ്താണ് ഹ്യൂമൻ ബോഡിയും ആനിമൽ ബോഡീസും എല്ലാം ഇവോൾവ് ചെയ്തത്. വേറൊരു പ്ലാനറ്റിൽ വേറെ ടെമ്പറേച്ചറാണ്, വേറെ കെമിക്കൽ കോമ്പോസിഷൻ ആണ് അറ്റ്മോസ്ഫിയറിൽ. ഇങ്ങനെയാകുമ്പോൾ അവിടുത്തെ ക്രീച്ചേഴ്സ് അതിന് അനുസരിച്ച് ഇവോൾവ് ചെയ്യും. അപ്പം വേറെ ഉള്ളത് ഇവോൾവ് ചെയ്യുന്ന ക്രീച്ചർ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് വേറെ എന്തോ ഒരു സാധനമാണ്. അത് മേ ബി ഹ്യൂമനോയിഡ് ആയിരിക്കും, 2 കൈ 2 കാലും ആയിരിക്കും. ചിലപ്പോൾ അതിന് 5 കൈയും 4 കാലും ആയിരിക്കും. അറിയൂടോ. ഈ പാരലൽ വേൾഡിൽ അതുപോലെ പറയുന്നുണ്ടല്ലോ, പാരലൽ വേൾഡിൽ വിശ്വസിക്കുന്ന ഒരാളും കൂടെ ആണല്ലോ. അല്ല വേൾഡ്സോ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അത് ഐ വോണ്ട് ടു ബി വെരി ക്ലിയർ. പാരലൽ വേൾഡ്സിന്റെ ഐഡിയ ഇറ്റ്സ് നോട്ട് പ്രൊപ്പോസ്റ്റോസ്. പാരലൽ വേൾഡ്സ് ഉണ്ടാവാൻ പറ്റില്ല. പാരലൽ വേൾഡ്സ് ഉണ്ടാവാം എന്ന് സാധ്യതയുണ്ട്. പാരലൽ വേൾഡ്സ് ഉണ്ട് എന്ന് ഉറപ്പിച്ച് എനിക്ക് ഒരിടത്തും എനിക്ക് പറയാൻ പറ്റില്ല. സോ അതിൽ ഈ തിയറീസ് വെച്ച് നോക്കുമ്പം ഇപ്പം ഒരുപാട് ഇങ്ങനെ കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മളെ പോലെ തന്നെ നമ്മുടെ ഇതേ രീതിയിൽ മറ്റു പ്ലാനറ്റിലല്ലേ പല പ്ലാനറ്റ്സിൽ ഇപ്പം ഞാൻ വേറൊരു പ്ലാനറ്റിൽ ഇതുപോലെ തന്നെ ഇരുന്ന് ചിലപ്പോൾ അവിടെ ഉള്ള അനന്തരാമനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം. ലൈക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി എത്രത്തോളം ആണുള്ളത്? അത് ഇതുപോലെ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണോ ഫൈനൈറ്റ് ആണോ എന്നനുസരിച്ച്. യൂണിവേഴ്സ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ജ്യോതിഷം ഇൻഫിനിറ്റ് അനന്തരാമൻ ഈ സെയിം കോൺവെർസേഷൻ ഇൻഫിനിറ്റ് ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇൻഫിനിറ്റിയുടെ മീനിങ് അതാണ്. എവറിത്തിങ് ദാറ്റ് ഇസ് പോസിബിൾ വിൽ ഹാപ്പൻ ബിക്കോസ്
നമുക്ക് ഇൻഫിനിറ്റീനെ സ്മോൾ ചങ്ക്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് ഓൺലി എ സർട്ടൺ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് വിച്ച് ആർ പോസിബിൾ. ഒരു പോയിന്റ് കഴിയുമ്പം ദ ആറ്റംസ് വിൽ അഗെയിൻ be arranged in such a form that there is a person who looks like you and there's a person who looks like me and they're having this exact same conversation. പക്ഷേ that really depends on whether the universe is infinite or not. അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ സൈഡിൽ കൂടെയൊക്കെ പോകാം. ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചു പോവുകയാണെങ്കിൽ അതിലും ഷ്രോഡിംഗേഴ്സ് ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് പറയണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും. പക്ഷേ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട് പാരലൽ വേൾഡ്സിന്റെ. അതിലും എനിത്തിങ് ദാറ്റ് ഇസ് പോസിബിൾ വിൽ ഹാപ്പൻ എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം ഐ എം സേയിങ് സ്പെക്യുലേഷൻ. ഇതൊന്നും സത്യമാണോ അല്ലയോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അറിയാൻ സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സത്യമാണെങ്കിൽ നമ്മുടെ ഇൻഫിനിറ്റ് കോപ്പീസ് ഇപ്പൊ ഈ ഇൻഫിനിറ്റ് കോൺവെർസേഷൻ ഈ സെയിം കോൺവെർസേഷൻ ഇൻഫിനിറ്റ് ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആ ഒരു കാര്യത്തിൽ ആക്ച്വലി ഭയങ്കര ക്യൂരിയസ് ആണ്. ഇപ്പം ഞാൻ എഴുതണ ഒരു കഥയിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഈ പാരലൽ വേൾഡിന്റെ മൾട്ടിവേഴ്സിന്റെ ഒരു സാധനം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എനിക്കത് എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടാഞ്ഞിട്ട് അത് ഇപ്പോഴും അങ്ങനെ സ്റ്റക്കാക്കി വെച്ചേ. എന്ന് പറയുന്നത് ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടില്ല. പക്ഷെ അതിലും എനിക്ക് അതിന്റെ വീഡിയോസ് എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായേക്കാം. പിന്നെ ഫിക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ. ഞാൻ ഫസ്റ്റ് എഴുതിയ ഫീച്ചർ സ്ക്രിപ്റ്റ് അങ്ങനെയായിരുന്നു. ഒരു ഫുൾ ഒരു ടൈം ലൂപ്പും ഒരു പാരലൽ വേൾഡ്സും മൾട്ടിവേഴ്സും എല്ലാം കൂടെ വെച്ച് ഞാൻ എഴുതി. അപ്പം ഞാൻ കേട്ടു കുറെ ആൾക്കാർ ടൈം ലൂപ്പ് സ്റ്റോറീസും മൾട്ടിവേഴ്സ് സ്റ്റോറീസും ഒക്കെ എഴുതുന്നു. ഈ ഇങ്ങനത്തെ കഥകൾക്കൊക്കെ ഒരു നോവൽറ്റി ഉണ്ടല്ലോ. വേറെ രണ്ടുപേരും ഇതേ സാധനം ചെയ്താൽ പിന്നെ ആൾക്കാർ തിയേറ്ററിൽ കയറില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ആ കഥ നല്ല കഥയായിരുന്നു, ഞാൻ പിന്നെ മാറ്റി വെച്ചു. പക്ഷെ ഇപ്പോഴും അതിനുള്ള ചാൻസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ നേരത്തെ ആൻസൈറ്റിയുടെ പറഞ്ഞല്ലോ, ഇപ്പം എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത് അതാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഈ OCD-നെ പറ്റി പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് ഇതുവരെ വിചാരിച്ചില്ലേ? OCD-യെ പറ്റി ഒരു വീഡിയോ ചെയ്യണം. 2 റീസൺ ആണ്. ഒന്ന്, എനിക്ക് കുറച്ച് നീഷ് വീഡിയോ ആയി പോവും, എനിക്ക് അറിഞ്ഞൂടെ എത്ര പേർക്ക്. പക്ഷെ സ്റ്റിൽ എനിക്ക് ചെയ്യണമെന്നുണ്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. OCD-യുടെ ഒരു തിങ് എന്ന് പറയുമ്പോൾ OCD-ക്ക് ഒരുപാട് ഫോംസ് ഉണ്ട്. ഇപ്പം ഈ ക്ലെൻലിനെസ് ആൾക്കാർ പറയുന്നത് ഒരു ഭയങ്കര ഒരു വൺ സബ് ബ്രാഞ്ച് ഓഫ് OCD-ക്ക് മൾട്ടിപ്പിൾ ഫോംസ്. അത് പറയുന്നത് എല്ലാരും ഉണ്ട്, എല്ലാം ഈ കറക്റ്റ് ആയിട്ട് അടുക്കി വെച്ചപ്പോൾ എനിക്കാണെങ്കിൽ പോളിങ് വരും ആൾക്കാർ അങ്ങനെ പറയും, ഓ ഭയങ്കര നീ ഇങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഇങ്ങനെ. അതൊരു ഭയങ്കര സബ് ബ്രാഞ്ച്. OCD ഉള്ള ഒരു 5% ആൾക്കാർക്ക് ആ ഒരു സാധനം ഉണ്ടാവും. സോ OCD എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആങ്സൈറ്റി ലൂപ്പാണ്. നമ്മൾ എന്തോ ഒരു സാധനം ഇങ്ങനെ ഒരു ലൂപ്പിൽ ആങ്സൈറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആൻഡ് യു ഹാവ് ടു പെർഫോം സം സോർട്ട് ഓഫ് കമ്പൾഷൻ ടു ഗെറ്റ് ഇറ്റ് ഡൗൺ. ഇപ്പം ഈ ക്ലീൻ ചെയ്യുന്നവർക്ക് അവർ ആങ്സൈറ്റി ലൂപ്പിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവർ പോയി ക്ലീൻ ചെയ്യുമ്പോൾ ആങ്സൈറ്റി താഴും. പക്ഷേ ഈ കമ്പൾഷൻ ഇത് വേഴ്സ് ആക്കും, ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യും. എന്നിട്ട് ഇവരുടെ ഈ ആങ്സൈറ്റി ലൂപ്പ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. The thing about OCD is you have to figure out what your compulsion is. The compulsion can be external or the compulsion can be internal. ഈ കമ്പൾഷൻ സ്റ്റോപ്പ് ചെയ്ത OCD പതുക്കെ. അപ്പം ഈ ഭയങ്കര ക്ലീനിങ് OCD ഉള്ളവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദേ ഷുഡ് റെസിസ്റ്റ് ദ ഏർജ് ടു ക്ലീൻ. അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വേഴ്സ് ആയിക്കൊണ്ടേയിരിക്കും. എത്ര ആങ്സൈറ്റി വന്നാലും ക്ലീൻ ചെയ്യരുത് കൈ. അപ്പം ഈ സാധനം പതുക്കെ താഴാൻ തുടങ്ങും. അങ്ങനെയാണ് OCD വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് OCD-ക്ക് ഡിഫറെൻറ്റ് കമ്പൾഷൻസും ഒബ്സഷൻസും ആണ്. അതാണ്. സോ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. അത് ഞാൻ സംഡേ ഇൻ ദ ഫ്യൂച്ചർ ചെയ്യും. അപ്പം ഈ ആൾക്കാർ ജസ്റ്റ് OCD-യെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ OCD ഹാസ് ടു മെനി ഫോംസ് ആൻഡ് എല്ലാ ചില OCD-ക്ക് കമ്പൾഷൻ ഇല്ല. അത് പ്യുവർ എന്ന് പറയും, പ്യുവർലി ഒബ്സഷൻ ബേസ്ഡ് ആണ്. അപ്പം കമ്പൾഷൻസ് ഭയങ്കര ഇൻറ്റേർണൽ. ഇത് പറയാൻ എനിക്ക് ഈ ഒരു സമയം പോരാ. ഞാൻ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഒരിക്കൽ ചെയ്യാം. എനിക്ക് ഇത്തിരി ഒരു സമയം അതിനായിട്ട് കിട്ടിക്കോട്ടെ, ചെയ്യാം. എനിക്ക് ജസ്റ്റ് പറയാനുള്ള, ഇന്നത്തെ കാലത്ത് there is a lot of information available on the internet from verified sources. അപ്പം ഈ ചുമ്മാ നമ്മൾ ഈ ചവറ് സ്ഥലത്ത് നിന്ന് ഇൻഫർമേഷൻ വായിക്കരുത് OCD-നെ പറ്റി. അത് വേഴ്സ് ആക്കും. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ നല്ല മെറ്റീരിയൽ അവൈലബിൾ ആണ് വായിക്കാൻ. അത് വായിച്ചു നോക്കുന്ന ഹെൽപ്പ് ചെയ്യും. ആൻഡ് എനിക്ക് തോന്നുന്നു തെറപ്പിസ്റ്റും കുറച്ചുകൂടെ അവെയർ ആയാൽ നല്ലതായിരിക്കും ഇതിനെപ്പറ്റി. ഈ തെറപ്പിയുടെയും ഉണ്ടായിരുന്നല്ലോ, ഇപ്പം ആദ്യം പോയ കുറച്ച് തെറപ്പിസ്റ്റുകൾ ഓക്കെ ആയിരുന്നില്ല. അതും ഇപ്പം ഇവിടെ ഞാനാണെങ്കിലും കാണുന്നതാണ്. ഈ ചിലർക്ക് ഈ ഹോർമോണൽ ചേഞ്ചസും ആൻസൈറ്റിയും എല്ലാവരും ഈ ഒന്നാക്കി അങ്ങ് കമ്പൈൻ ചെയ്തിട്ട്, ലൈക്ക് ഹോർമോണൽ ഇംബാലൻസിങ് ആയിരിക്കാം, മേ ബി വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലും ആകുമ്പോൾ അത് ഓക്കെ എനിക്ക് ആൻസൈറ്റി ആണ്, എനിക്ക് ഡിപ്രഷൻ ആണ് എന്ന് പറഞ്ഞ് തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് പോകുന്നവരുണ്ട്. പക്ഷെ അവിടെ ഇപ്പം എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാവുന്ന ഒരാളിങ്ങനെ പോയിട്ട് ഓക്കെ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്, അവിടെ പല ഹോർമോണൽ ഇംബാലൻസിങ് ഉണ്ട്.
അതായിരുന്നു പ്രശ്നം. അതിനുള്ള കറക്റ്റ് സപ്ലിമെന്റ്സ് എടുത്തു തുടങ്ങിയപ്പോഴത്തേക്കിന് കൂളായി. ഓക്കെ. പക്ഷെ പലരും ഇത് ചെയ്യാണ്ട് നേരെ ഓക്കെ ആന്റി ഡിപ്രസൻസ് കൊടുക്കുക, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കറക്റ്റ് തെറാപ്പിസ്റ്റുകളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ലൈക്ക് എല്ലായിടത്തും ആരോട് ചോദിച്ചാൽ ഒരു 10-ൽ ഒരാൾക്കെങ്കിലും ആൻസൈറ്റി ഡിപ്രഷൻ ഇഷ്യൂസ് ഉണ്ട്. ഈ കറക്റ്റ് തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതിന് എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഭയങ്കര പാടാണ് ഇന്നും ഒരു കറക്റ്റ് തെറപ്പിസ്റ്റിനെ കണ്ടുപിടിക്കാൻ. തെറപ്പിസ്റ്റ് എന്തേലും ഒരു അക്കാഡമിക് നോളജ് ഉണ്ടോ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക. ചില തെറപ്പിസ്റ്റ് ഭയങ്കര ഇങ്ങനെ ലൈക്ക് ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ സംസാരിക്കും. കുഴപ്പമില്ല, ശരിയാവും, ജസ്റ്റ് അങ്ങനെ ഒന്ന് ചിന്തിക്കാണ്ടിരുന്നാൽ മതിയെന്ന്. ഇത് പറഞ്ഞാൽ എനിക്കൊരു തെറപ്പിസ്റ്റിന്റെ ആവശ്യമില്ല. സം സോർട്ട് ഓഫ് ഒരു അക്കാഡമിക് നോളജ് വേണം തെറപ്പിസ്റ്റിന്. ലൈക്ക് വാട്ട് might be happening, what is psychologically happening, what is happening inside your brain, maybe this is a vitamin deficiency, vitamin D താഴ്ന്നാലും ഇങ്ങനെ സംഭവിക്കും, ലെറ്റ്സ് ഗെറ്റ് സം ബ്ലഡ് വർക്ക് ഡൺ. ഐ എം സെയിങ് ഒരു സം സോർട്ട് ഓഫ് ഒരു അക്കാഡമിക് നോളജ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ റിവ്യൂസ് നോക്കാം. ഗൂഗിൾ റിവ്യൂസിൽ കുറെ കിടക്കും ഈ തെറപ്പിസ്റ്റ് അടുത്ത് പോയിട്ടുള്ള ആൾക്കാർ ഇടുന്നത്. പക്ഷെ സ്റ്റിൽ കേരളത്തിലെ അവസ്ഥ മോശമാണ് തെറപ്പിയെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലെ ഒരുപാട് നല്ല തെറപ്പിസ്റ്റ് ഇല്ല, ഇപ്പോഴും ഉണ്ട് കുറച്ച് പേര്. അത് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. നല്ല ആൾക്കാരുണ്ട് ഡെഫിനറ്റ്ലി, പക്ഷെ കുറവാണ്. അത് എനിക്ക് തോന്നുന്നു ഇനി ഇമ്പ്രൂവ് ചെയ്യുന്നു. മെന്റൽ ഹെൽത്തിന് ജനറലി ഒരു ഐ തിങ്ക് ഗുഡ് ടൈം ഇസ് കമ്മിങ് ഇൻ ദ ഫ്യൂച്ചർ. ബിക്കോസ് ഈ ഒരു AI റെവല്യൂഷൻ എന്തായാലും ന്യൂറോ സയൻസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, അതിലൊരു ഡൗട്ടും ഇല്ല. ആൻഡ് എനിക്ക് തോന്നുന്നു മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് എല്ലാം ഇൻ ദ നെക്സ്റ്റ് 10 to 20 years ഒരുപാട് എണ്ണം കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പോലും മേ ബി നമുക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട്. കാരണം ആ ബ്രെയിൻ ന്യൂറോ സയൻസ് ഭയങ്കര ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീല് കണ്ടതായിരുന്നു. ഇപ്പം ഒരു 10-year-old മീ ഇരുന്ന് ഇങ്ങനെ കരയുന്ന 4.5 billion years ആഫ്റ്റർ ഈ ഭൂമി അവസാനിക്കും, സൂര്യൻ കത്തും എന്നുള്ള ഒരു റീൽ ഇങ്ങനെ ഒരു ട്രോള് ഇങ്ങനെ കണ്ടതാ. അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഇത്രയും വർഷം കഴിഞ്ഞാൽ ലോകം അവസാനിക്കും, പക്ഷെ അന്ന് നമ്മൾ ജീവനോടെ ഉണ്ടാവില്ല. അത് ആ ചെറുപ്പത്തിലുള്ള നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പം മേ ബി ഒരു സമയമാകുമ്പോഴത്തേക്ക് ലൈക്ക് സൂര്യന്റെ ചൂട് കൂടുന്നു, എക്സ്പ്ലോഡ് ചെയ്തേക്കാം എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. ശരിക്കും ഭൂമിക്ക് ഒരു അവസാനം ഉണ്ടാവുമോ? പിന്നെ അതൊക്കെ കറക്റ്റ് അല്ലേ, സയൻസ് കറക്റ്റ് അല്ലേ. ഇനി എത്ര സൂര്യൻ ഓൾറെഡി ഇനി 4.5 billion years ഓൾഡ് എന്താണ്, ഇനി അത്ര സമയം കൂടെ ബാക്കിയുള്ളൂ. അതിന് മുമ്പേ അതിനൊരു എനിക്ക് തോന്നുന്നൊരു 2-3 billion years കഴിയുമ്പോഴേ ഭൂമി അൺലിവബിൾ ആവും. ടെമ്പറേച്ചർ സൂര്യൻ റെഡ് ജയൻ ഫേസിലോട്ട് പോകും, ഇവിടുത്തെ വെള്ളം എല്ലാം വറ്റിപ്പോവും, ചൂട് ഭയങ്കരമായിട്ട് കൂടും. അതെല്ലാം സത്യമാണ്. ഭൂമിക്ക് എന്തായാലും ക്ലിയർലി ഒരു അവസാനമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ലൈഫ് സ്പാൻ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാ. അതിന് മുമ്പേ മനുഷ്യന്മാരെന്തായാലും തമ്മിൽ തല്ലിച്ചത്തോളും മിക്കവാറും. അങ്ങനെ ഉണ്ടാവോ? അതെന്തായാലും ഉണ്ടാവും, അത് ഇന്നെവിറ്റബിൾ ആണ്. ഇതിപ്പം നമ്മളൊരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ട് വളരെ കുറച്ച്, ഭൂമിയുടെ ഏജ് വെച്ച് നോക്കിയാൽ മനുഷ്യൻ ഇവിടെ ഉണ്ടായിട്ട് ഒരു 5-6 മിനിറ്റ് പോലും ആയിട്ടില്ല. ഭൂമി ഉണ്ടായ സമയം തൊട്ട് ഇന്ന് വരെ നമ്മളൊരു 1 ഇയറുമായിട്ട് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ ഹോമോസേപ്പിയൻസ് ഉണ്ടായിട്ട് 10 മിനിറ്റേ ആയിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഭൂമിയുടെ അവസ്ഥ നമ്മൾ അത്യാവശ്യം മോശമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഒരു 10 മിനിറ്റ് കൂടെ പോകാൻ പറ്റുമായിരിക്കും. 10 മിനിറ്റ് കൂടെ അതിൽ കൂടുതലേക്ക് തോന്നില്ല പോകാൻ പറ്റുന്നത്. ഇതില് ഇടയ്ക്ക് നാച്ചുറൽ കലാമിറ്റീസും അങ്ങനെയൊക്കെ മാത്രമല്ല, ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു സ്കാം അല്ലല്ലോ, ഇതൊക്കെ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് ബുദ്ധിമുട്ടാവും, അടുത്തൊരു 10-30 വർഷത്തിൽ തന്നെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാവും. ടെമ്പറേച്ചേഴ്സും റെയിൻഫോളും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇനിയിപ്പം ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നു, അതിനനുസരിച്ച് നമുക്ക് ഇനി വീണ്ടും എവല്യൂഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ബോഡിയും എല്ലാം അല്ല, പ്രോബ്ലം എവല്യൂഷൻ ഭയങ്കര സ്ലോ പ്രോസസ്സ്. ക്ലൈമറ്റ് ചേഞ്ച് അത്ര സ്ലോ ഒരു പ്രോസസ് അല്ല. എവല്യൂഷന് ക്യാച്ചപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് എവല്യൂഷൻ എല്ലാ സ്റ്റേജിലും വർക്ക് ചെയ്യും. പക്ഷെ ഹ്യൂമൻസിന് സക്സസ്ഫുള്ളി പുറത്തു വരാൻ പറ്റണമെങ്കിൽ എവല്യൂഷൻ ഇത്തിരി ടൈം എടുക്കും. എന്തോ ഒരു പ്രശ്നം വരുന്നു, അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നു ബോഡിക്ക്. കുറെ പേര് മരിച്ചു പോകുന്നു, കുറച്ച് പേര് സർവൈവ് ചെയ്യുന്നു. ഇപ്പൊ പെട്ടെന്ന് ഒരു ഭയങ്കര വെള്ളപ്പൊക്കം വന്ന് എല്ലാവരും തട്ടിപ്പോയാൽ അതിനോട് ഇവോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പം ഹ്യൂമൻസ് ഇവോൾവ് ചെയ്യും അതനുസരിച്ച്. പക്ഷേ ഇറ്റ് വിൽ ഹാപ്പൻ സോ ഫാസ്റ്റ് ദാറ്റ് അത്ര ഫാസ്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പേര് മരിക്കും. ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഒരു നിസ്സാരം വീഡിയോ ആണെങ്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരായിരുന്നു. പക്ഷേ ബേസിക്കലി ദ പോയിന്റ് ഇസ് ദിസ്, എവല്യൂഷൻ ടേക്സ് ടൈം. ഇത്ര ഫാസ്റ്റ് ചേഞ്ചസിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല എവല്യൂഷണറലി.
പറ്റും, പക്ഷെ എനിക്കറിയണം, അത് എക്സ്പ്ലെയിൻ കുറച്ച് ടൈം എടുക്കും. ഈ നിസ്സാരം വീഡിയോസ് ഇത് ഈ ഷൂട്ട് ഇപ്പൊ 2 മണിക്കൂറുള്ള ഒരു വീഡിയോ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് 2 hours ഷൂട്ട് ചെയ്ത് പോവാണോ അതോ എങ്ങനെ? അല്ല, അത് നിസ്സാരം വീഡിയോ കണ്ടറിയാം. എന്റെ മുടി വീഡിയോ കഴിയുന്തോറും വളർന്നുകൊണ്ടേയിരിക്കും. അത് ഭയങ്കര എന്റെ ക്യാമറയിൽ അത്രയും ചാർജ് നിൽക്കില്ല അത്ര നേരം ഷൂട്ട് ചെയ്യാൻ. ഈ 2 മണിക്കൂർ വീഡിയോ ആണെങ്കിൽ ഇതിന്റെ ഷൂട്ട് ചെയ്ത കണ്ടന്റ് ഒരു 10-12 മണിക്കൂർ കാണും. ഇത് ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ 14 ദിവസം എന്തോ ഷൂട്ട് ചെയ്തത്. അതാ വീഡിയോ കണ്ടറിയാം. ചില ദിവസം എന്റെ വാച്ച് കാണില്ല, ചില ദിവസം എന്റെ താടി വലുതായിരിക്കും, ചെറുതായിരിക്കും. അങ്ങനെ ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്യാൻ ഒന്നും പറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അപ്പൂപ്പൻ ആൻഡ് ബോയ്സിന്റെ ഇനി അടുത്ത സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഫിക്സ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ അപ്പൂപ്പൻ ബോയ്സിന് പണ്ടൊരു സീസൺ 1 ഉണ്ടായിരുന്നു. അതിപ്പോ ഇൻസ്റ്റാഗ്രാമില് അത് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, പക്ഷെ അതിൽ ചില എപ്പിസോഡ്സ് മിസ്സിങ്. അപ്പൊ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും അതൊന്നുകൂടെ ഒന്ന് കാണാൻ പറ്റിയാൽ നല്ലായിരുന്നു എന്ന് ആൾക്കാർ. അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി ആ എപ്പിസോഡ്സ് ഏതെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്ത് റിവ്യൂ കുറച്ച് എക്സ്ട്രാ ജോക്സ് ഒക്കെ ആഡ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പ്രോബ്ലി അങ്ങനെ വല്ലതും ചെയ്തിരിക്കും. ഈ വീഡിയോസിന്റെ ക്വാളിറ്റി നോക്കിയാൽ തന്നെ അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് ആണെങ്കിലും നിസ്സാരമാണെങ്കിലും തുടക്കത്തിലുള്ള ക്യാമറ ആണെങ്കിലും അല്ല എഡിറ്റിങ്ങിന് വന്നിട്ടുള്ളതാണെങ്കിലും ഒരു ക്വാളിറ്റിയിലാണെങ്കിലും എല്ലാവരും ഡിഫറൻസ് കാണുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു ഇപ്പം തുടക്കം മുതലേ ക്യാമറ യൂസ് ചെയ്തിട്ട് പിന്നീട് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്താണോ എങ്ങനെയായിരുന്നു ആ ഒരു ചേഞ്ച്? സോ അപ്പൂപ്പൻ ബോയ്സ് നിസ്സാരം ആദ്യം തൊട്ട് ഷൂട്ട് ചെയ്ത സെയിം അന്ന് ഷൂട്ട് ചെയ്ത ക്യാമറ ഇപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഒരാഴ്ച മുമ്പ് ക്യാമറ ചീത്തയായിപ്പോയി. കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ക്യാമറ സെയിമാ, പക്ഷെ ലൈറ്റിംഗ് മാറിയിട്ടുണ്ട്. എനിക്കിപ്പം ഒരു ഗോഡോക്സ് ഒരു സാധനമൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ ലൈറ്റിംഗ് എക്വിപ്മെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് നാച്ചുറലി നമ്മൾ ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ എഡിറ്റിംഗ് പഠിക്കും. അത് ഞാൻ എവിടെയും എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല, സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമോ, ഇങ്ങനെ കട്ട് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ അതിൻ്റെതായ അല്ലറ ചില്ലറ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ടാവും. ഈ അപ്പൂപ്പൻ ആൻഡ് ബോയ്സിലെ ഒരു മെയിൻ ഇതാണ് ചില സാധനങ്ങൾ കഴിഞ്ഞിട്ടുള്ള അനന്തുന്റെ ഒരു ചിരി ഉണ്ടല്ലോ, അത് ഈ വാട്സാപ്പിലൊക്കെ സ്റ്റിക്കറായിട്ടൊക്കെ ഇട്ടൊക്കെ അതൊക്കെ കാണാറുണ്ടോ? എനിക്ക് തന്നെ ആൾക്കാർ അയച്ചുതരുന്നുണ്ട് സ്റ്റിക്കർ. സ്വന്തം സ്റ്റിക്കർ എങ്ങനെ ഇറങ്ങുന്ന? എന്റെ ഒരു കളക്ഷൻ ഉണ്ട്, ഒരു 3-4 എന്റെ കുറച്ച് കിടപ്പുണ്ട്. അപ്പം ഇതിന്റെ ഈ അപ്പൂപ്പൻ ആൻഡ് ബോയ്സിന്റെ ആണെങ്കിലും ഫസ്റ്റ് റീച്ച് വന്ന വീഡിയോ ഏതാന്ന് ഓർമ്മയുണ്ടോ? അത് കൂട്ടുകാർ എന്നുള്ളത്. അത് അപ്പൂപ്പൻ ബോയ്സ് പണ്ട് ബലേബേഷ് എന്ന് പറഞ്ഞ ചാനലായിരുന്നു, പിന്നെയാണ് അപ്പൂപ്പൻ ബോയ്സ് ആയത്. ബലേബേഷ് കൂട്ടുകാർ എന്ന് പറഞ്ഞ സിനിമയുടെ അത് ഭയങ്കര പെട്ടെന്ന് ബ്ലോ അപ്പ് ചെയ്തു. അത് പെട്ടെന്ന് ഒരു ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ എന്തായപ്പോഴേക്കും 10,000 വ്യൂ എന്തോ ആയി. അപ്പൊ എനിക്ക് മനസ്സിലായത് അപ്പൊ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അത്ര കൂളല്ല ഈ ആക്ടേഴ്സിനെ കളിയാക്കുന്നതൊക്കെ. ഇപ്പം ഭയങ്കര നോബഡി റിയലി കെയർസ്. അന്ന് പറയുമ്പോൾ 2020 പറഞ്ഞാൽ നമുക്ക് ഈ വലിയ ആക്ടേഴ്സിനെ ഒന്നും പറഞ്ഞുകൂടാ, അവരൊക്കെ വലിയ ആൾക്കാര്, നമ്മളൊക്കെ എന്തോ ചെറിയ ആൾക്കാര്. അപ്പൊ അവരുടെ ഫാൻസ് വന്നിട്ട് പട്ടി പൂമോനെ എന്നൊക്കെ പറഞ്ഞ് കുറെ തെറി വിളിക്കും. അപ്പൊ എനിക്ക് ഒരു ദിവസം ഭയങ്കര തെറിവിളി വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലാവും ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങിയത്. ഇപ്പൊ ഒക്കെ ഭയങ്കര കൂള ആൾക്കാര്, ഇത് ഭയങ്കര നോർമലൈസ്ഡ് ആയി. അങ്ങനെ ഒരു സിനിമാക്കാര് സാധാരണക്കാരെന്നൊന്നുമില്ല, സാധാരണക്കാര് തന്നെ. നമ്മള് സിനിമ കാണുന്നെങ്കിൽ നമുക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും വന്നു. ഇതിലെ ആക്ടേഴ്സ് അല്ലെ ക്രിയേറ്റേഴ്സ് ആരെങ്കിലും പേഴ്സണലി ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരും നല്ലത് പറയാനാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും റീസെന്റ് വിജയ് യേശുദാസ് വിളിച്ചായിരുന്നു, സാൽമൺ 3D കണ്ടിട്ട്. പുള്ളി ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. പുള്ളി എനിക്കറിയാം അങ്ങനത്തെ പടമാണെന്ന്. എന്റെ പുള്ളി വീഡിയോ ഒക്കെ നല്ല ഫണ്ണായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ഇന്നേവരെ ആരും വിളിച്ചിട്ട് അങ്ങനെ കച്ചറ ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കി ഞാൻ നേരിട്ട് വരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഷെയ്ക്കാൻ്റെ ഒക്കെ തോന്നുന്നു ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നും മെയിൻലി ബിക്കോസ് അവരുടെ റവന്യൂ, അവരുടെ കരിയർ ഒന്നും എഫക്റ്റഡ് ആവുന്നില്ല. ഈ 15 വർഷം മുമ്പ് അഭിനയിച്ച പടത്തിനെയൊക്കെ പോയി കളിയാക്കിയിട്ട് പ്രൊഡ്യൂസറിന് ലാഭവും കൂടെ ഉണ്ടാവുന്നത്. അപ്പൂപ്പൻ ബോയ്സിന്ന് ഇവർ കോപ്പിറൈറ്റ് അടിച്ചു തരും ഇത് വീഡിയോ. അപ്പൊ എനിക്ക് കിട്ടേണ്ട പൈസ അല്ല ഇവർക്കാ പോകുന്നത്. അപ്പൂപ്പൻ ബോയ്സിന്ന് അധികം റവന്യൂ ഒരു തേങ്ങയില്ല. അപ്പം ഈ പൈസ പ്രൊഡ്യൂസറിന് പൈസയായി, എനിക്കൊരു സന്തോഷമായി. എല്ലാം കൂടെ എല്ലാവർക്കും വിൻ വിൻ സിറ്റുവേഷൻ. സബ്സ്ക്രൈബേഴ്സിന് സന്തോഷം, എനിക്ക് സന്തോഷം, പടം പൊട്ടിപ്പോയ പ്രൊഡ്യൂസറിന് സന്തോഷം. അപ്പൊ എല്ലാവർക്കും വിൻ 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 സിറ്റുവേഷൻ. ഓക്കെ. പിന്നെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഇപ്പം അഭിനയമുണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ഇതുപോലെ ഗ്രാനി ഫീച്ചർ ആക്കുന്നു എന്നുള്ളത് ആദ്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഗ്രാനി ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ഭാവി പരിപാടികളൊക്കെ ഇനി? ഗ്രാനി ഫീച്ചർ ഇനി ചെയ്യും തോന്നുന്നില്ല. ഗ്രാനി ഫീച്ചർ നമ്മൾ ചെയ്യാൻ പോയതാ, പക്ഷെ എനിക്കൊരു ചെറിയ റിസ്ക് ഉണ്ടായിരുന്നു. ആൾക്കാരെ തിയേറ്ററിൽ കയറ്റാൻ പറ്റുമോ ഫസ്റ്റ് ഡേ? തിയേറ്ററിൽ ഫസ്റ്റ് 2 days ആള് കയറിയാൽ പിന്നെ നമുക്കറിയാം ഓക്കെ മേ ബി പടം ഓടും. പക്ഷെ എനിക്ക് കുറെ നാളായിട്ട് ആൾക്കാർ പറയണ എടാ ആ പടം നല്ലായിരുന്നു കേട്ടോ, പക്ഷെ തിയേറ്ററിൽ ആരും പോയില്ല എന്ന് പറയണേ നമുക്ക്. അതുകൊണ്ട് ഇപ്പൊ ഗ്രാനി എന്തായാലും ഷോർട്ട് ഫിലിം ആയിട്ട് തന്നെ നിൽക്കും. അടുത്ത ഇങ്ങനെ ഡിസ്കഷനിലാണ് പ്രൊഡക്ഷനുമായിട്ട്. എന്തായാലും നടക്കട്ടെ.
ഇപ്പം ഇതൊക്കെ ഈ യൂട്യൂബും അല്ലെങ്കിൽ സിനിമ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഈ ഡിറക്ഷൻ എന്നുള്ള ഒരു കരിയറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ആ അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഡയറക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്കത് 6 വർഷം യൂട്യൂബ് ചെയ്തത് വെറുതെ ആയില്ല, അത് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. കാരണം ഈ യൂട്യൂബ് ചെയ്യുമ്പോൾ അത് ഈ 2 മണിക്കൂർ വീഡിയോ ഒക്കെ അല്ലേ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങളുടെ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് വരും. എഡിറ്റിന്റെ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ്, സ്കോറിന്റെ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ്, സൗണ്ട് ഡിസൈൻ്റെ ചെറിയ അണ്ടർസ്റ്റാൻഡിങ്, ഒരു 5 on 10 അണ്ടർസ്റ്റാൻഡിങ്. ഇത് എല്ലാത്തിന്റെ അപ്പൂവിന്റെ മുസ്സിൽ ഒരു ചെറിയ സ്കിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്ടിങ്ങിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ഇതെല്ലാം ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. 6 വർഷം യൂട്യൂബ് ചെയ്തത് വെറുതെ ആയില്ല. എന്തൊക്കെയോ ചെറിയ ചെറിയ സ്കിൽസ് ഇപ്പം വന്ന് ഞാൻ ഇപ്പൊ ഒന്നിലും ഭയങ്കര നല്ലതല്ല. ഇപ്പൊ ആക്ടിങ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, ഒന്നിലും ഞാൻ കിടിലല്ല. പക്ഷെ എല്ലാത്തിനും പറ്റി എനിക്കൊരു ബേസ് ലെവൽ നോളജ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എനിക്കൊരു ആക്ടറിന്റെ അടുത്ത് പോയി കമ്മ്യൂണിക്കേറ്റ് ഇങ്ങനെയാണ്, എഡിറ്ററിന്റെ അടുത്ത് പോയി പറയാം ഇങ്ങനെയാണ്, സൗണ്ട് ഡിസൈൻ്റെ അടുത്ത് അതിനുള്ള ഒരു ബേസ് നോളജ് ഇത്രയും വർഷത്തെ യൂട്യൂബ് എനിക്ക് തന്നു. സോ അത് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ആക്ച്വലി. ആക്ടിങ് പരിപാടികളൊക്കെ ഇനി ആക്ടിങ് പരിപാടി എൻ്റെ ഒരു ഫീച്ചർ ഡയറക്ഷൻ വന്നോട്ടെ, അതിന്റെ പുറകെ ഞാൻ കുറച്ച് നാളായിട്ട് കിടന്നലയുന്നുണ്ട്. അതൊന്ന് വന്നിട്ട് തിരിച്ച് കയറാം. ഈ രോമാഞ്ചം 2 ഇതുപോലെ എല്ലാരും വെയിറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതിന്റെ അപ്ഡേഷൻ എന്തെങ്കിലും ജിത്തു ചേട്ടൻ തന്നെ പറയട്ടെ, ഞാനായിട്ടൊന്നും പറയുന്നില്ല. പറയുന്നില്ല. ജിത്തു ചേട്ടൻ പിന്നെ ഇപ്പൊ സിനിമകളുടെ ഇപ്പൊ സൂര്യ വെച്ചിട്ട് സിനിമ ചെയ്യുന്നു. അടുത്ത ഇപ്പം അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഓരോന്നായിട്ട്. പക്ഷെ അതും ഇതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. പക്ഷെ നല്ലൊരു തുടക്കം തന്നെ ആയിരുന്നല്ലോ അത് കിട്ടിയതും. ഈ രോമാഞ്ചം എങ്ങനെയെങ്കിലും ജീവിതം മാറ്റിയിട്ടുണ്ടോ? രോമാഞ്ചം എന്ന് പറഞ്ഞാൽ എന്നെ യൂട്യൂബിൽ നിന്ന് അറിഞ്ഞുകൂടാത്ത കുറെ ആൾക്കാർക്ക് എന്നെ അറിയാം. അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങിയ ആൾക്കാർ ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ യൂട്യൂബിൽ നിന്ന് അറിയുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രൈറ്റ് അപ്പ് എൻ്റെ അടുത്ത് വരും, അതിന്റെ ഹായ് യൂട്യൂബ് കാണാറുണ്ട്. പക്ഷെ ജസ്റ്റ് രോമാഞ്ചത്തിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എനിക്ക് അറിയാം അവരെന്റെ രോഗത്തിൽ കണ്ടോ ഇങ്ങനെ 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 ആലോചിക്കല്ല നോക്കിട്ട് ഇവിടെയോ കണ്ട പോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പന്തൂന്നൊരു സർക്കിളിൽ ചെന്ന് കഴിഞ്ഞാൽ പാടാണ്, പക്ഷെ 1-to-1 കോൺവെർസേഷൻ എളുപ്പമാണെന്നാണ്. അതിനെ ശരിക്കും ഏതിൽ പെടുത്തു? ഇൻട്രോവേർട്ടിൽ പെടുത്തോ, ആംബിവേർട്ടിൽ പെടുത്തോ, എക്സ്ട്രോവേർട്ടിൽ പെടുത്തോ? അല്ലെങ്കിൽ ജനറലി ഞാൻ ഒരു ഇൻട്രോവേർട്ട് തന്നെയാണ്. എനിക്കത് വലിയ സംശയമില്ല. ഒരുപാട് സോഷ്യൽ ഇന്ററാക്ഷൻ എന്നെ കുറച്ച് ഡ്രെയിൻ ചെയ്യും. അതാണ് ഒരു മെയിൻ ഒരു ഇൻട്രോവേർട്ടിന്റെ ഇത്. സോഷ്യൽ ഇന്ററാക്ഷൻസ് നമ്മളെ എനർജൈസ് ചെയ്യുമോ നമ്മളെ ഡ്രെയിൻ ചെയ്യുമോ എന്നുള്ളതാണ്. ഒരു 75% സിറ്റുവേഷൻസിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ് എന്നെ ഡ്രെയിൻ ചെയ്യും. എനിക്ക് ഒരുപാട് സോഷ്യൽ ഇന്ററാക്ഷൻ കഴിഞ്ഞ് എനിക്ക് പിന്നെ ഇരിക്കണം കുറച്ചു നേരം. എനിക്ക് എൻ്റെ വീട്ടിൽ പോയി എനിക്ക് ഇരിക്കണം എനിക്കൊന്ന് റിക്കവർ ആവണമെങ്കിൽ. പക്ഷെ ചില കേസസിൽ ഇപ്പം എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ആൾക്കാരോടെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ചാർജ് ആവും. നോക്കി ഞാൻ ബൈ ഡ്രെയിനിങ് ഐ ഡോണ്ട് മീൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയാണെന്ന്. ജസ്റ്റ് ദാറ്റ് എനിക്ക് ആ ഒരു സോഷ്യൽ ബാറ്ററി റീചാർജ് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെയാണ് എനിക്ക് സാധിക്കുന്നത്. സോഷ്യൽ ആൻസൈറ്റി അത്ര ഇല്ല, കുറഞ്ഞുറങ്ങി വരുന്നു. ഓൾസോ ബിക്കോസ് ഈ ഡയറക്ഷൻ പരിപാടിയൊക്കെ ഇപ്പം തുടങ്ങിയോണ്ട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു കോൾ മൈസെൽഫ് ആൻ ഇൻട്രോവേർട്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അനന്തു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഇന്റർവ്യൂവിന്. എനിക്ക് ആ എക്സൈറ്റ്മെന്റ് ഫുൾ ഇന്റർവ്യൂവിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തൊക്കെയോ എനിക്ക് ചോദിക്കാനുണ്ട്, പക്ഷെ ചില സ്ഥലത്ത് ബ്ലാങ്ക് ആയി. ഇല്ല നല്ല നിസ്സാരത്തിലെ കുറെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. പക്ഷെ എന്നാലും ഉണ്ട്, ഞാൻ കവർ ചെയ്യാത്ത കുറെ ഏരിയാസ് ഉണ്ട്, എനിക്കറിയാം. എന്നാലും ഞാൻ ഇതുപോലെ കുറെ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ, എനിക്കറിയില്ല, ഞാൻ യൂട്യൂബിൽ ഇത്രയും ഫുൾ വീഡിയോസ് കണ്ടിട്ടുള്ള വേറെ ഒരു യൂട്യൂബർ ഇല്ല, എല്ലാ വീഡിയോസും കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കിട്ടിയത് ഇന്റർവ്യൂ നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നല്ല വളരെ താങ്ക് യു സോ. ഞാനിങ്ങനെ വളവള സംസാരിച്ച് പോയി. താങ്ക് യു. ഇല്ല, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഡയറക്ഷനിലും ഇനിയും ഒരുപാട് നമുക്ക് കാണാൻ പറ്റട്ടെ. അത് കഴിഞ്ഞിട്ടും ഞാൻ വിളിക്കുമ്പോ ഇന്റർവ്യൂവിന് വേറെ പിന്നെ ഒരുമിച്ച് എപ്പോഴെങ്കിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ പറ്റട്ടെ. ആക്ടിങ്ങിലും ഇതുപോലെ തന്നെ നല്ലൊരു ഇതുണ്ടാവട്ടെ. നിസ്സാരവും അപ്പൂപ്പൻ ബോയ്സും ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ നിരാശപ്പെടുത്തരുത്, വീഡിയോസ് ഇനിയും വേണം ഞങ്ങൾക്ക്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി കാണാം.